السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين.
والله سميع عليم. الله أكبر. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. بل تؤثرون الحياة الدنيا والآخرة خير وأبقى. إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അടുത്തതായി നാഅത്ത് പാടുന്നതിന് വേണ്ടി ജാമിഅത്തുൽ കൗസരിയുടെ വിദ്യാർത്ഥി അസ്ലം പേരാമ്പ്ര. അസ്സലാമു അലൈക്കും. ഇശലിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ. ഇറയോൻ ഹബീബരെയോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ. ഇശലിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ. ഇറയോൻ ഹബീബരെയോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ. കനവിൻ ബദർ തിരുരാജ ഖൈറിൻ ഗുണമണി താജ. വിധിയേകണേ തുണ നൽകണേ കൈ മുന്നിൽ നീട്ടി ഞാൻ സവിധം തേടിടാം. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ. സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഇശലിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മദ്ഹുകൾ. ഇറയോൻ ഹബീബരെയോർത്തു ഞാൻ ഇന്ന് പാടാം മദ്ഹുകൾ. അമ്പിയ തമ്പിളി ചേലഴകത്തൊരു തിങ്കൾ മുഞ്ചിലേ. അമ്പിയ രാജൊളിവായി സ്തുതിച്ചൊരു തിങ്കൾ രാവിലെ. അഖില ജഗത്തിൽ വിത്തായി ആമിന ബീവി കാറ്റലേ. തോനമല
മലക്കുകളൊക്കെയും റബ്ബിന് ശുക്രായി വാനിലെ അമ്പിയെ തമ്പിളിച്ചേലഴകത്തൊരു തിങ്കൾ മുഞ്ചിലെ അമ്പിയ രാജൊളിവായി സ്തുതിച്ചൊരു തിങ്കൾ രാവിലെ അഖില ജഗത്തിൽ വിത്തായി ആമിന ബീവിക്കാറ്റലേ തോന മലക്കുകളൊക്കെയും റബ്ബിന് ശുക്രായി വാനിലേ കനവിൻ ബദർ തിരുരാജ ഹൈറിൻ ഗുണമണി താജ വിധിയേകണേ തുണ നൽകണേ കൈ മുന്നിൽ നീട്ടി ഞാൻ സവിധം ചേർന്നിടാം സലാത്തുള്ള സലാമുള്ള അലാ താഹ റസൂലില്ല സലാത്തുള്ള സലാമുള്ള അലാ യാസീൻ ഹബീബില്ല ത്വയ്ബ മദീനത്തെത്താനെന്നും കൊതിയായുള്ളില് ത്വാഹ റസൂലിൻ പുണ്യമദീന കാണാൻ വെമ്പല് താക്കത്തേക്ക് റബ്ബ് റഹീമേ അടിയാറെന്നില് പൂരിതനൂറിൻ ഹുബ്ബ് ചൊരിക്കി എന്നും കൽബില് ത്വയ്ബ മദീനത്തെത്താനെന്നും കൊതിയായുള്ളില് ത്വാഹ റസൂലിൻ പുണ്യമദീന കാണാൻ വെമ്പല് താക്കത്തേക്ക് റബ്ബ് റഹീമേ അടിയാറെന്നില് പൂരിതനൂറിൻ ഹുബ്ബ് ചൊരിക്കി എന്നും കൽബില് കനവിൻ ബദർ തിരുരാജ ഹൈറിൻ ഗുണമണി താജ വിധിയേകണേ തുണ നൽകണേ കൈ മുന്നിൽ നീട്ടി ഞാൻ സവിധം ചേർന്നിടാം സലാത്തുള്ള സലാമുള്ള അലാ താഹ റസൂലില്ല സലാത്തുള്ള സലാമുള്ള അലാ യാസീൻ ഹബീബില്ല ഇശലിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ ഇറയോൻ ഹബീബരയോർത്ത് ഞാൻ ഇന്ന് പാടാം മധുഹുകൾ ഇശലിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ ഇറയോൻ ഹബീബരയോർത്തു ഞാൻ ഇന്ന് പാടാം മധുഹുകൾ കനവിൻ ബദർ തിരുരാജ ഹൈറിൻ ഗുണമണി താജ വിധിയേകണേ തുണ നൽകണേ കൈ മുന്നിൽ നീട്ടി ഞാൻ സവിധം ചേർന്നിടാം സലാത്തുള്ള സലാമുള്ള അലാ താഹ റസൂലില്ല സലാത്തുള്ള സലാമുള്ള അലാ യാസീൻ ഹബീബില്ല. സ്വാഗതം പറയുന്നതിന് വേണ്ടി സദസ്സിനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി അബ്ദുസ്സമ ഉസ്താദിനെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي على رسوله الكريم أما بعد. ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ കേരള ഘടകത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു വേദിയാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ
ഒരാധികാരിക പണ്ഡിത സംഘടനയാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്നെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം. 1919 സ്ഥാപിതമായ ഈ സംഘടന അതിൻ്റെ വിവിധ മേഖലകളിലെ അർപ്പിച്ച കാഴ്ചവെച്ച വ്യത്യസ്തങ്ങളായ സാമുദായിക രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഈ സംഘടന അർപ്പിച്ചുകൊണ്ടിരുന്ന വലിയ വലിയ സേവനങ്ങൾ സമുദായത്തിനും രാജ്യത്തിനും നൽകിക്കൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. 1919 സ്ഥാപിതമായ ഈ സംഘടന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ രംഗത്ത് അതുല്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുമ്പിൽ നിന്ന് സമരത്തെ നയിച്ച പണ്ഡിതന്മാരാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ നേതാക്കളായ പണ്ഡിതന്മാർ. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഈ നമ്മുടെ മാതൃരാജ്യം ബ്രിട്ടീഷിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. പണ്ഡിതന്മാർ മാത്രമല്ല, ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും അക്കൂട്ടത്തിലുണ്ട്. ചരിത്രം നമുക്കെല്ലാവർക്കും ഏറെക്കുറെയൊക്കെ അറിയാവുന്നതാണ്. ഇന്ന് അതിനെല്ലാം വിസ്മരിക്കുന്ന, അതിനെല്ലാം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ദൗർഭാഗ്യകരമായി നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. അന്ന് ഇന്ത്യ രാജ്യത്തിനു വേണ്ടി സമർത്ഥരായ പണ്ഡിതന്മാർ നയിച്ച സ്വാതന്ത്ര്യ സമരം അവസാനം ലക്ഷ്യത്തിലേക്ക് എത്തുകയും ഇന്ത്യ സ്വതന്ത്രമാകുകയും ചെയ്തു. വളരെ സുപ്രധാനമായൊരു കാര്യമാണ് അന്ന് ജമിയത്തുൽ ഉലമാ ഹിന്ദ് മുന്നോട്ട് വെച്ച വലിയൊരു ആശയം. ഇന്ത്യ വിഭജിക്കപ്പെടാൻ പാടില്ല എന്നൊരാശയമായിരുന്നു. അവിഭക്ത ഇന്ത്യയാണ്, അവിഭക്ത സ്വതന്ത്ര ഇന്ത്യയാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദ് വിഭാവനം ചെയ്തത്. പക്ഷേ പലരുടെയും താൽപ്പര്യങ്ങൾക്ക് മുമ്പിൽ, പലരുടെയും ചരട് വലികൾക്ക് മുമ്പിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യ വിഭജിക്കപ്പെട്ടു. അതിൻ്റെ ദുഷ്ഫലങ്ങൾ നാം ഇന്നും അനുഭവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ഇടപെടൽ 100% ആത്മാർത്ഥമായിരുന്നു. സ്ഥാനമോഹത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നില്ല അത്. ദീനിനും രാജ്യത്തിനു വേണ്ടിയുള്ള സമരമായിരുന്നു. നമ്മുടെ ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ അമരക്കാരൻ ആയിരുന്ന ഹുസൈൻ അഹമ്മദ് മദനി റഹ്മഹുല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെടുന്നുണ്ട്, ഇന്ത്യ സ്വതന്ത്രമായി അധികാരത്തിലേക്ക് വന്നപ്പോൾ ഒരു മന്ത്രിസഭ രൂപീകരണത്തിൻ്റെ രംഗത്തേക്ക് എത്തിയപ്പോൾ
ജവഹർലാൽ നെഹ്റു അവർകൾ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി റഹ്മഹുല്ലയോട് പറഞ്ഞു, താങ്കൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകണം. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി താങ്കളായിരിക്കണമെന്ന് മൗലാന ഹുസൈൻ അഹമ്മദ് മദനി അവർകളോട് നമ്മുടെ മഹമ്മൂദ് മദനി അവരുടെ ഉപ്പാപ്പ അദ്ദേഹത്തോട് പറയപ്പെട്ടു. അദ്ദേഹം ഒന്ന് പറഞ്ഞത്, ഇന്ത്യ സ്വതന്ത്രമായിരിക്കുന്നു, നമ്മുടെ അഭിലാഷം പൂവണിഞ്ഞിരിക്കുന്നു, ഞാനിനി എൻ്റെ ദർസ്ഗാഹിലേക്ക് മടങ്ങുകയാണ്. അധികാരത്തിനു വേണ്ടിയല്ല നാം സമരം ചെയ്തത്. തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട വചനങ്ങളാണിത്. അങ്ങനെ തുടങ്ങിയ ജമിയത്തുൽ ഹിന്ദിൻ്റെ ജൈത്രയാത്ര അൽഹംദുലില്ലാ ഇന്നും തുടരുകയാണ്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുമുള്ള സമുദായത്തിൻ്റെ, നാടിൻ്റെ വിഷമതകളിലും പ്രയാസങ്ങളിലും കൈത്താങ്ങാകാൻ അന്നു മുതൽ ഇന്നുവരെ ഇനി ഇൻഷാ അല്ലാഹ് എന്നും ജമിയത്തുൽ ഹിന്ദ് മുമ്പിലുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ജമിയത്തുൽ ഹിന്ദിൻ്റെ സാന്നിധ്യം ഒരുപാടൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാകുകയില്ല. പക്ഷേ ഇതര സംസ്ഥാനങ്ങളിൽ അതിൻ്റെ സാന്നിധ്യം വലിയ ഒരു ആധികാരിക സംഘടന തന്നെയാണ്. നമ്മുടെ നാട്ടിൽ വേറെ ജമിയത്തുൽ ഹിന്ദൊക്കെ ജമിയത്തുൽ ഉലമാകൾ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. മാത്രമല്ല, വടക്കേ ഇന്ത്യയുമായിട്ട് നമ്മുടെ കേരളത്തിന് ഒരുപാട് ബന്ധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ദൈവബന്ധു ദാറുൽ ഉലൂമിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാനായി പോയതു മുതൽ ദാവത്തിൻ്റെ ഈ പരിശുദ്ധമായ അമലുമായി ജനങ്ങൾ ബന്ധപ്പെടുന്നത് മുതൽ ഒക്കെ ആയിരിക്കാം നമ്മുടെ വടക്കേ ഇന്ത്യയും ആ മഹാന്മാരുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമായത് എന്നെനിക്ക് തോന്നുന്നു. അതിനു മുമ്പ് കൂടുതൽ ബന്ധങ്ങൾ വടക്കേ ഇന്ത്യയുമായിട്ട് ഉണ്ടായിരുന്നില്ല. അതും ഇതിനൊരു കാരണമായി ഭവിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മുടെ നാട്ടിൽ 2018 ഉണ്ടായ ഫ്ലഡ് ജമിയത്തുൽ ഹിന്ദ് കൂടുതൽ സജീവമായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ ഒരു കാരണമായി ഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായപ്പോൾ മൗലാന മഹമ്മൂദ് മദനി അവർകളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പണ്ഡിതന്മാരും നേതാക്കളും കേരളം സന്ദർശിക്കുകയും കേരളത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ജാതിമത ഭേദമന്യേ നമ്മുടെ നാട്ടിൽ ചെയ്യുകയും ചെയ്തു. ജമിയത്തുൽ ഹിന്ദ് സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല, ഒരു പണ്ഡിത സംഘടനയല്ല. മറിച്ച് ജാതിമത ഭേദമന്യേ മുഴുവൻ മനുഷ്യരുടെയും വിഷമങ്ങൾക്ക് കൂടെ നിൽക്കാൻ, അവരുടെ കണ്ണീരൊപ്പാൻ എന്നും ജമിയത്തുൽ ഹിന്ദ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലഡുമായി ബന്ധപ്പെട്ട നാം ചെയ്ത സഹായങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ, അതിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ ഈ സത്യം നമുക്ക് മനസ്സിലാവും. അൽഹംദുലില്ലാ, ഇന്ന് ജമിയത്തുൽ ഹിന്ദ് അന്നും ഇന്നും ഇന്ത്യയിലെ ഒന്നടങ്കം ആധികാരികമായി നിൽക്കുന്ന അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ഒരു ആധികാരിക പണ്ഡിത സംഘടനയാണ്. ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് വാങ്ങിയെടുക്കൽ മാത്രമല്ല, അവർക്ക് അങ്ങോട്ട് സഹായം എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ലക്ഷ്യം ഈ ജംഇയ്യത്തിലൂടെ നടക്കുന്നുണ്ട്. വിഷമിക്കുന്നവൻ്റെ വിഷമത്തിന് കൂടെ നിൽക്കാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ എന്നും ഈ സംഘടന എല്ലാ കാര്യങ്ങളിലും. കേരളത്തെ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ നിരപരാധികളായി ജയിലറകളിൽ കഴിയുന്ന അനേകം മുസ്ലിമേതര വ്യക്തികളെ അവരുടെ നിരപരാധിത്വം ന്യായപീഠത്തിന് മുമ്പിൽ വ്യക്തമാക്കി അവരുടെ ജയിലറകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സജീവമായി ആ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ സമീപകാല സംഭവങ്ങൾ ഒരുപാട് ആ രംഗത്തുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ സജീവമായി നമുക്കും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയും.
അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണിത്. അൽ ഖൽഖു അയ്യാലുല്ലാ ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി മൻ അഹ്സന ഇല അയ്യാലിഹി. സൃഷ്ടികൾ ആകമാനം അള്ളാഹുവിൻ്റെ കുടുംബമാണ്. അൽ ഖൽഖു അയ്യാലുല്ലാ, ജനങ്ങൾ സൃഷ്ടികൾ ആകമാനം അള്ളാഹുവിൻ്റെ കുടുംബമാണ്. ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഈ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മൻ അഹ്സന ഇല അയ്യാലിഹി, അവൻ്റെ കുടുംബത്തിന് ഉപകാരം ചെയ്യുന്ന സൃഷ്ടികൾക്ക് മുഴുവനും, മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങൾക്കും ഉൾക്കൊള്ളുന്ന ഖൽഖ് എന്ന് പറയുന്ന പദം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ആ വലിയ സേവന രംഗത്താണ് വാസ്തവത്തിൽ നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും അതിൻ്റെ ജൈത്രയാത്ര നമുക്ക് തുടരാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ മേഖലകളിലേക്ക് ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകാനും അതിലൂടെ ഭൗതികവും പാരിത്രികവുമായ എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സ്വാഗതം അർപ്പിക്കുക, ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ മുഖ്യാതിഥി ജനാബ് മൗലാന ഹാഫിദ് ഖലീൽ അഹമ്മദ് സാബിർ സാഹബ് അവർകൾ നമ്മുടെ സദസ്സിൻ്റെ അധ്യക്ഷം അലങ്കരിക്കുന്ന തെലങ്കാനയുടെയും ആന്ധ്രയുടെയും ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് മഹാനവർകൾ. അദ്ദേഹം നമ്മുടെ സദസ്സിനെ അലങ്കരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ സ്വന്തം നിലയിലും ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ പേരിലും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മുഫ്തി ഷംസുദ്ദീൻ സാഹിബ് അവർകൾ, സദസ്സിലിരിക്കുന്ന നമ്മുടെ മൗലാന മുജീബ് സാബ്, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും ഞാൻ എൻ്റെ ആത്മാർത്ഥമായി സ്വന്തം നിലയിലും ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി അൽഹംദുലില്ലാ നമ്മുടെ ജമിയത്തിൻ്റെ കുറച്ച് വർക്കുകൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കുറേ ചെറിയ ചെറിയ യൂണിറ്റ്സുകൾ അൽഹംദുലില്ലാ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മുഖ്തസറായിട്ടുള്ള വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് മൂവാറ്റുപുഴ എന്നുള്ള ഒരു യൂണിറ്റിന് ക്ഷണിക്കുന്നു ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ഇതിന് ശേഷം ഓരോ ചെറിയ യൂണിറ്റുകളിൽ നിന്നുള്ളവരും ഒന്ന് അവരുടെ കരട് തയ്യാറാക്കിയത് ഒന്ന് വായിക്കേണ്ടതാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله كفى والسلام على عباده الذين اصطفى أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ, ബഹുമാനമുള്ള സഹോദരന്മാരെ, അൽഹംദുലില്ലാ കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതിയോടുകൂടി ജമഇയ്യത്തുൽ ഉലമാ ഹിന്ദ് എന്ന പ്രാമാണിക പണ്ഡിത പ്രസ്ഥാനത്തിന് മൂവാറ്റുപുഴ രൂപം നൽകി. ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ജമഇയ്യത്തുൽ ഉലമാ ഹിന്ദ് കടന്നുപോയത്. ഏകദേശം 2 പേരാണ് ആദ്യമായിട്ട് ജമിയത്തിലുണ്ടായിരുന്നത്. 2 പേര് വെച്ചിട്ടാണ് ജനുവരിയിൽ നമ്മൾ ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാ, മൂവാറ്റുപുഴയിലെ ഒരു മഹല്ല്, എൻ്റെ മഹലായ അഞ്ചൽപ്പട്ടി മുസ്ലിം ജമാഅത്ത്, അൽഹംദുലില്ലാ വലിയ ഹിക്മത്തോടുകൂടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയും എങ്ങനെയാണോ മദീനയിലുള്ള അൻസാരികൾ സ്വീകരിച്ചത് അതുപോലെ അൽഹംദുലില്ലാ ഞങ്ങൾ സ്വീകരിച്ചു. പ്രത്യേക ഈ മഹല്ലിൽ നിന്നും വന്നിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചു. അതുപോലെ തന്നെ ജമഇയ്യത്തുൽ ഉലമാ ഹിന്ദിനെ ഞങ്ങൾ വലിയ സന്തോഷത്തോടു കൂടി അവരവരുടെ സമയവും സമ്പത്തും ശരീരവും എല്ലാം ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അൽഹംദുലില്ലാ, ഞങ്ങൾ അഞ്ചൽപ്പട്ടി ഒരു സെൻട്രലാക്കി വെച്ചുകൊണ്ട് ഞങ്ങളുടെ പരിശ്രമം മുമ്പോട്ട് പോയി. ആദ്യമായിട്ട് നമ്മൾ ചെയ്ത ഒരു പരിശ്രമമായിരുന്നു ഒരു പാവപ്പെട്ട ഒരു വീട് പുനർനിർമ്മിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ തന്നെ ഫെബ്രുവരിയോട് അവസാനത്തോടു കൂടി അൽഹംദുലില്ലാ ഏകദേശം 45,000 രൂപ മുതൽ മുടക്കിൽ അൽഹംദുലില്ലാ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ട് ഞങ്ങൾ നൽകുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ റമളാനിൽ ഏകദേശം 3 മഹല്ലുകളെ അനുയോജിപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴ പേട്ട, അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഉല്ലാപ്പള്ളി, അതുപോലെ അഞ്ചൽപ്പട്ടി ഞങ്ങളുടെ മഹല്ല് ഉൾപ്പെടെ 3 മഹല്ലുകളെ സംയോജിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഞങ്ങൾ റമളാൻ കിറ്റ് വിതരണം ചെയ്തു. അതുപോലെ തന്നെ കോവിഡ് മുഖാന്തരം ഒരുപാട് പേർക്ക് പട്ടിണി സംഭവിച്ചു.
ഞങ്ങൾ ആ വീടുകൾ മുലാഖാത്ത് ചെയ്തു. എന്നിട്ട് ആ വീടുകളിലുള്ള പട്ടിണിയുടെ അവസ്ഥയും അതിൻ്റെ അളവും മനസ്സിലാക്കിക്കൊണ്ട് അമുസ്ലിമീങ്ങൾക്ക് ഉൾപ്പെടെ ഞങ്ങൾ സഹായം എത്തിച്ചു കൊടുത്തു. ഇതില്ല ഇന്നും അമുസ്ലിമീങ്ങൾ പോലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പ്രവർത്തനത്തെയും പ്രസ്ഥാനത്തെയും പരിചയപ്പെടുത്താനും അവർക്ക് ഈ പ്രസ്ഥാനത്തോട് താല്പര്യം ഉണ്ടാകാനും അത് കാരണമായി തീർന്നു. അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനം ചെയ്ത ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ പ്രവർത്തകരാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇൻലീഗലായിട്ടാണെങ്കിലും 250 മെമ്പർമാർ അൽഹംദുലില്ലാഹ് മൂവാറ്റുപുഴയിൽ ജമിയത്തിനുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം ഇൻഷാ അല്ലാഹ് 1000 മെമ്പറാക്കണമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ അൽഹംദുലില്ലാഹ് കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ ഞങ്ങൾ നിർവഹിച്ചു. അതുപോലെ തന്നെ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഹോസ്പിറ്റൽ കേസിൽ ബില്ല് പേ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് വന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അന്നും ജമിയത്തുൽ ഉലമാ ഹിന്ദ് കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെട്ട് അൽഹംദുലില്ലാഹ് 25,000 രൂപയുടെ ഒരു ബില്ല് തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റൽ ബില്ല് തീർക്കുകയുണ്ടായി. അതുപോലെ മറ്റ് ആക്സിഡൻറ്റ് കേസുകൾക്ക് മറ്റ് ഒരു ഏകദേശം 10,000 രൂപ, അങ്ങനെ പല വിഷയങ്ങളിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ പദ്ധതി, 2 ലക്ഷം രൂപയോട് അടുത്ത് വരുന്ന ഒരു രീതിയിലുള്ളൊരു പദ്ധതി അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് മൂവാറ്റുപുഴയിൽ ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങളുടെ ആഗ്രഹം ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ ഒരു കേന്ദ്രമാക്കി അഞ്ചൽപ്പെട്ടി വെച്ചുകൊണ്ട് അവിടെ ഒരു മഹല്ല് യുവജന ക്ലബ്ബുകൾ, അതായത് ജനാസ പരിപാലനം ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ഒരു വിഷയങ്ങളിൽ ഒരു മഹല്ല് യുവജന ക്ലബ്ബുകൾ രൂപീകരിക്കുക എന്നുള്ളത്. എല്ലാ മഹല്ലിലും ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റി, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ജമിയത്തിന് സഹായം ചെയ്തത് ഞങ്ങളുടെ ഇമാം സാഹിബ. അദ്ദേഹത്തിൻ്റെ ജുമാ ഹുതുബ പ്രഭാഷണങ്ങൾ ജമിയത്ത് എന്താണെന്നും ജമിയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും നാട്ടിൽ മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാ മഹല്ലിലും യാത്ര ചെയ്ത് ആ മഹല്ലുകളിലെല്ലാം മഹല്ല് യുവജന ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ മദ്രസ ഒരു ചെറിയ മദ്രസയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ആ മദ്രസയുടെ കുറച്ച് മുകൾ ഭാഗത്തൊരു തർത്തീബ് ഉണ്ടാക്കി അവിടെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പരിശ്രമം ഉൾപ്പെടെ തുടങ്ങിക്കൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും മഹല്ല് യുവജന ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഇത്തരം ഞങ്ങൾ നമ്മുടെ ആശയങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് ചെറിയ ചെറിയ ഭവനത്തിൻ്റെ വന്ന കേടുപാടുകൾ ഒരുപാട് അപേക്ഷകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ അപേക്ഷകളും നമുക്ക് പരമാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയ അപേക്ഷകളിലെല്ലാം സത്യസന്ധമായ അപേക്ഷകൾ ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ മൂവാറ്റുപുഴയിലുള്ള എല്ലാ മഹല്ലുകളിലും അറിയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു കബൂലാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ബാദ്ഷാനെ കണ്ടാൽ നമുക്ക് ഭയങ്കര ഹിമ്മത്ത് വരേണ്ടതാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. പറവൂരിൻ്റെ കർഗുസാരി ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ആള് ഇത്രയും ഹിമ്മത്തോടു കൂടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് അല്ലാഹു തആല ഈ കാര്യത്തിനെ കുറേയും കൂടി മനസ്സിലാക്കി തന്ന് നല്ല രൂപത്തിൽ പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2018 ഓഗസ്റ്റ് 16 ഉണ്ടായ പ്രളയം. ഈ പ്രളയത്തിൽ പറവൂരിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി, വീടുകൾ, അതുപോലെ അവരുടെ ഉപജീവന മാർഗങ്ങൾ ഇതെല്ലാം പരിപൂർണമായ നിലയിൽ പലർക്കും നഷ്ടപ്പെടുകയുണ്ട്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ എല്ലാവരും തന്നെ പകച്ചു നിന്നൊരു സമയമാണ്. ഈ സമയത്ത് നമ്മുടെ മൗലാന ഇബ്രാഹിം സാഹിബിൻ്റെ നേതൃത്വത്തിൽ ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ ഉലമാക്കൾ നമ്മുടെ നാട് സന്ദർശിക്കുകയും അവർ അവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കി വലിയ സഹായത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതനുസരിച്ച് ഓരോ സന്ദർഭങ്ങൾക്ക് ആവശ്യമായ നിലയിൽ, അതായത് ആദ്യം ഭക്ഷണത്തിൻ്റെ തർത്തീബ്, ഭക്ഷണ കിറ്റുകൾ, പിന്നെ അതുപോലെ വസ്ത്രത്തിൻ്റെ ഏർപ്പാടുകൾ, അതുപോലെ ചെറിയ ചെറിയ സഹായങ്ങൾ, പിന്നെ വീടുകളിലേക്ക് മാറി താമസിച്ച ആൾക്കാർക്ക്, ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോയ ആൾക്കാർക്ക് അവർക്ക് വീട്ടിൽ അത്യാവശ്യം നഷ്ടപ്പെട്ടു പോയ വീട്ടുപകരണങ്ങൾ ഇതെല്ലാം ആദ്യം നൽകുന്നുണ്ടായി. ശേഷം പിന്നെ വീട് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു 17 വീടുകൾ അൽഹംദുലില്ലാഹ് നമ്മൾ നമ്മുടെ നാടുകളിൽ 4 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള വീടുകൾ പണിത് കൊടുക്കുന്നുണ്ടായി. പിന്നെ മത്സ്യത്തൊഴിലാളികൾ അധികമുള്ള നാടാണ് പറവൂർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. അവരുടെ ഉപജീവന മാർഗമായ അവരുടെ
ചെറിയ ചെറിയ വഞ്ചികളും അവരുടെ വല പോലുള്ള അവരുടെ സാധനങ്ങളെല്ലാം ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അതിന് ഒരു 35 പേർക്ക് വഞ്ചി ഉണ്ടാക്കി വല ഒരു 100 പേർക്ക് വല വാങ്ങി കൊടുക്കുകയുണ്ടായി, ജമിയത്തുലിൻ്റെ നേതൃത്വത്തിൽ നൽകുകയുണ്ടായി. പിന്നെ 20 പേർക്ക് തയ്യൽ മെഷീൻ നൽകുകയുണ്ടായി. 2 പേർക്ക് ഓട്ടോറിക്ഷ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പഴയ വണ്ടിയായിരുന്നു, അത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പുതിയ ഓട്ടോറിക്ഷ വാങ്ങി നൽകി. പിന്നെ ഒരാൾക്ക് ഒരു ആംബുലൻസ് വെള്ളത്തിൽ നശിച്ചു പോയിട്ടുണ്ടായി, ആ ആംബുലൻസ് വാങ്ങി നൽകുകയുണ്ടായി ജമിയത്തിൻ്റെ നേതൃത്വത്തിൽ. മാഷാ അല്ലാഹ്. അങ്ങനെ ധാരാളം വലിയ ജനങ്ങൾക്ക് വലിയ സഹായകമായ നിലയിൽ ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള പരിശ്രമം നമ്മുടെ നാട്ടിൽ നടന്നു, അൽഹംദുലില്ലാഹ്. അത് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, നമ്മളടുത്തൊരു പേഴ്സൻറ്റേജ് പറഞ്ഞിരുന്നു മുസ്ലിമീങ്ങളെ പരിഗണിക്കാൻ. ആ പേഴ്സൻറ്റേജിൽ നമ്മൾ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്കും ഈ സഹായങ്ങൾ മുഴുവൻ എത്തിക്കുന്നുണ്ട്. ശേഷം കൊറോണ പോലുള്ള മഹാമാരി വന്നു. ഈ സമയത്തും ഈ ലോക്ക്ഡൗൺ പോലുള്ള വലിയ പ്രതിസന്ധിയിൽ എല്ലാ ആൾക്കാരും പട്ടിണിയുടെ അവസ്ഥയിലായി. മിഡിൽ ഈസ്റ്റുകളായ ആൾക്കാർ പോലും വലിയ പ്രതിസന്ധിയിലായ സന്ദർഭമായിരുന്നു. ഈ സന്ദർഭത്തിലും ജമിയത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഭക്ഷണ കിറ്റ് നൽകുകയും 2000 രൂപ ബഡ്ജറ്റുള്ള കിറ്റുകൾ, ഒരു 100ഓളം കിറ്റുകൾ നമ്മൾ പല സന്ദർഭങ്ങളായ വീടുകളിലും നൽകി. പിന്നെ ബലിപെരുന്നാളിൻ്റെ സമയത്ത് ഫുൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ആ സമയത്ത് പല മഹല്ലുകളിലും അറവ് നടന്നിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ജമിയത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ബലിപെരുന്നാളിന് അറക്കുകയും, അപ്പോൾ പല മഹലിൽ അറക്കാത്ത മഹലിൽ ദൂര നാടുകളിൽ നിന്ന് വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. കിട്ടാത്ത ആൾക്കാരൊക്കെ നമ്മളതിൻ്റെ മാംസം എത്തിക്കുന്നുണ്ടായി. പിന്നെ ലക്ഷദ്വീപ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് പറവൂർ ഒരു യൂണിറ്റ് രൂപീകരിക്കുകയുണ്ടായി ജമിയത്തിൻ്റെ നേതൃത്വത്തിൽ, ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ പറവൂർ യൂണിറ്റ്. 11 പേരടങ്ങണ ഒരു യൂണിറ്റാണുള്ളത്. അവരെ പരിശ്രമം, അവരും സ്വന്തം നാട്ടിൽ ചെറിയ പരിശ്രമങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലേക്ക് വേണ്ടി ഒരു 25,000 രൂപയുടെ ഒരു സഹായം നൽകുകയുണ്ടായി. പിന്നെ 2-3 നാടുകളിൽ തന്നെ ഒരു വൃക്കരോഗിക്ക് ഒരു സ്പോൺസറെ ജമിയത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പരിശ്രമിച്ച് നൽകുകയുണ്ടായി. നിരന്തരമായ രോഗിയാണ്, 2 വൃക്കയും ഫെയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിരന്തരമായ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു സ്പോൺസറെ നൽകി. അതുപോലെ ഫിത്ർ സക്കാത്തിൻ്റെ അരി പോലുള്ള സാധനങ്ങൾ, ഇതെല്ലാം എന്താണ് നമ്മൾ ജമിയത്തിൻ്റെ നേതൃത്വത്തിൽ നാട്ടിൽ നടക്കുകയുണ്ടായി, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഈ നല്ല വലിയ സംരംഭത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ ഉലമാക്കൾക്കും അതിൻ്റെ നേതാക്കൾക്കും നമ്മളെ കൂടുതൽ സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായിട്ട് നെല്ലിക്കുഴി പൊന്നാനിൻ്റെയും ഒന്ന് ഇതാക്കി വെച്ച അടുത്തത് പൊന്നാനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ആഗസ്റ്റ് 17-ാം തീയതി ശരിക്കും ഒരു ഹൃദയം വേദനിക്കുന്ന തരത്തിൽ എൻ്റെ അയൽവാസി, മുമ്പത്തെ അയൽവാസി, ആ അയൽവാസിയുടെ മകൻ, മരുമകൾ, 2 ചെറിയ കുട്ടികൾ, ഇവർ ആ പ്രളയത്തിൽ ഇടുക്കിയുടെ ഡാം തുറന്നപ്പോൾ അതിൻ്റെ അകത്തുണ്ടായ പ്രഷർ കൊണ്ട് ഒരു 4 പേരും മരണപ്പെട്ടു പോവുകയാണ്. ഹജ്ജിൻ്റെ സമയമായിരുന്നു. പക്ഷെ ആ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മൊത്തം ബ്ലോക്കായി. ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല, മയ്യത്ത് കാണാൻ പോകാൻ പറ്റില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും വെള്ളം കയറി കിടക്കും, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലായിരുന്നു. കാര്യമായി ആരെയും കയ്യിൽ പൈസയില്ല, കാരണം വരുമെന്നുള്ള പ്രതീക്ഷയില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ആർക്കുമില്ല. ഈ സമയത്താണ്
ജമിയത്തിൻ്റെ വലിയ സഹായങ്ങൾ നമുക്ക് എത്തിച്ചത്. വളരെ പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ജമിയത്തിനെ കുറിച്ച് നാട്ടിൽ അറിയപ്പെടണം, അവർ വരണം, അവർ പ്രവർത്തിക്കണം. മുമ്പുണ്ടായിരുന്ന നമ്മുടെ ആഗ്രഹമായി. ദേവബന്ദിലെ ഉലമാക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ, അവരുടെ ത്യാഗങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, അത് പറയുന്ന ആളുകൾ, അതിൻ്റെ സംഘടനകൾ നാട്ടിലുണ്ടാവണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതായിരിക്കാം, ഈ പ്രളയമായിരിക്കാം അതിനെ നിമിത്തമാക്കിയത്. ഈ പ്രളയം പോലെ അവരുടെ സഹായങ്ങളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ട സ്ഥലം വയൽക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ ഹൈറേഞ്ചിൻ്റെ ഭാഗങ്ങൾ. വയൽക്കരയിൽ ഏകദേശം 700 വീടുകളാണ് ഉണ്ടായത്. നമുക്ക് അപ്പം തന്നെ ഒരു ടാങ്കർ കിട്ടി. അവരാദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വെള്ളത്തിൻ്റെ ആവശ്യമാണ്. ആ ടാങ്കർ ഒരു മാസത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നു. അവർക്ക് നല്ല കൂലി കൊടുക്കണം. ആ ടാങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ വെള്ളം അടിച്ച് നിറച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. മുഴുവൻ ആൾക്കാരും, മുസ്ലിങ്ങൾ, അമുസ്ലിങ്ങൾ, മുഴുവൻ ആളുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുകയാണ്. ആദ്യം ചെയ്ത പണി അതാണ്. വെള്ളമായിരുന്നു അവർക്ക് ഏറ്റവും വലിയ ആവശ്യം. കാരണം പ്രളയമാണ് വന്നത്, വെള്ളമാണ് കയറിയത്, ആർക്കും വെള്ളമില്ലാത്ത അവസ്ഥയായി. പിന്നീട് ഭക്ഷണത്തിൻ്റെ കിറ്റുകൾ നമ്മുടെ കടകളിൽ നിന്ന് തന്നെ, നമ്മുടെ ഭക്ഷണം കിട്ടാത്ത, അരി കിട്ടാത്ത സമയമായിരുന്നു ആ സമയം. കടകളിൽ അരി വന്നു കഴിഞ്ഞാൽ അവർക്ക് തരാൻ പാടായിരുന്നു. കിട്ടുമോ, നാളെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ അധികം ചോദിച്ചാൽ തരാൻ പാടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓരോ കടകളും കയറി, 2 ചാക്ക് കിട്ടുന്ന 3 ചാക്ക് കിട്ടുന്ന കടകളിൽ കയറി. പൈസ കൊടുക്കാനും ആരുടെ ഇല്ല. പക്ഷെ ഞങ്ങൾ 2-3 ചാക്കുകൾ മേടിച്ച് ഒരു 10-30 ചാക്കാക്കി ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ പലരും കൈ നീട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിക്കാൻ പാകത്തിന് അരിയല്ല വേണ്ട, ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് ചോദിക്കുന്നു. വലിയ വീടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾ. ഞങ്ങൾ അതുകൊണ്ട് അവിടെ ആദ്യം വിതരണം ചെയ്തു. അരി കൊണ്ട് പറവൂര് ഹൽക്കയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ആദ്യം കൊണ്ടുപോയിട്ട്. പിന്നെ ഞങ്ങൾ നേരിട്ട് പോയി അവിടെ കൊണ്ടുപോയി വീണ്ടും കിറ്റുകളാക്കി കൊണ്ടുപോയിട്ട് ആ നാട്ടിൽ കൊണ്ട് കൊടുത്തു. ഒരു വീട്ടിലും വസ്ത്രങ്ങളില്ലായിരുന്നു. അവർ ഇട്ടിരുന്ന വസ്ത്രങ്ങളല്ലാതെ വേറെ വസ്ത്രങ്ങളില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തു. ഓരോ വീട്ടിലും കയറി നിങ്ങളുടെ വസ്ത്രങ്ങൾ തരാൻ പറഞ്ഞു. അപ്പം എല്ലാവരും പഴയതല്ല തന്നെ, അവരിൽ ഉണ്ടായിരുന്ന നല്ല ഡ്രസ്സുകളാണ്. അത് മേടിച്ച് കളക്ട് ചെയ്ത് ആ നാട്ടിൽ കൊണ്ട് കൊടുത്തു. വസ്ത്രങ്ങൾ കൊടുക്കാൻ പറ്റും. 2 നിലയുള്ള വീടുകൾ, നല്ല ഭംഗിയുള്ള വീടുകൾ, ഒരു 3000-3500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ നിന്ന് വന്നിട്ട് പെണ്ണുങ്ങൾ പറയായിരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് തരാതെ പോകരുത്, കാരണം ഞങ്ങളുടെ അടുത്തൊന്നുമില്ല എന്ന്. അമുസ്ലിമീങ്ങളായ അമ്പലത്തിലെ ആളുകൾ, ഞങ്ങൾ ഇതിന് ശേഷം അമുസ്ലിങ്ങളായ അമ്പല കമ്മിറ്റിക്കാരെ ഞങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു പരിപാടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇബ്രാഹിം ഉസ്താൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഉസ്താൻ അന്ന് സമയം ഉണ്ടായില്ല. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞങ്ങൾ പോയില്ല. ആ പള്ളി കമ്മിറ്റി നമുക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ, അഷ്റഫ് ഉസ്താദ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അങ്ങനെ കുറച്ച് പേര് ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ നാട്ടിൽ ജമിയത്ത് അയച്ച കുറച്ച് ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാർ, വയറിങ് ചെയ്യുന്നവർ, എല്ലാ വീടുകളിലെയും ഫാനുകൾ, അവരുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇത് അവിടുത്തെ പ്രസിഡന്റ് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഈ നാട്ടിലെ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല, അതെല്ലാം അവർ നേരെയാക്കി തന്നിട്ടാണ് പോയത്. അൽഹംദുലില്ലാ, അങ്ങനെ വീണ്ടും നമ്മൾ ആ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, വീടുകൾ പൊളിഞ്ഞു, അത് കുറച്ച് ശാന്തമായി കഴിഞ്ഞപ്പോൾ വീടുകൾ പൊളിഞ്ഞു പോയ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവിടെ ഏകദേശം 7ഓളം വീടുകൾ പണിത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞാൽ തീരില്ലാത്ത അത്രയും കാര്യങ്ങൾ ജമിയത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ആ പള്ളിയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം
എഴുതി വെച്ച ലിസ്റ്റ് ജമിയത്ത് വന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോഴുള്ള ലിസ്റ്റ് അദ്ദേഹം എഴുതി വെച്ചിട്ട് കാണിച്ചു തന്നു. നിങ്ങൾ തന്ന പൈസ 67 ലക്ഷം രൂപയായി. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ചെലവഴിച്ചത് 67 ലക്ഷം രൂപ ചെലവഴിച്ചത്. അപ്പം അത്രയ്ക്കും വലിയ ഉപകാരം. എന്നാൽ പുറത്ത് നമ്മൾ വലിയ കാണിക്കാതെ, വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ, ആളുകളുടെ അഭിമാനത്തെ നശിപ്പിക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് അൽഹംദുലില്ലാ അതിൻ്റെ കമ്മിറ്റികൾ, താലൂക്കിലെ കമ്മിറ്റികൾ, അതുപോലെ തന്നെ നാട്ടിൽ ഇത് നമ്മൾ ആലോചിച്ച് ചെയ്തു. പല സന്ദർഭങ്ങളും, പ്രത്യേകിച്ച് ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉലമാക്കളുടെ ലിസ്റ്റ് എടുത്തിരുന്നു. ഇപ്പോൾ 3-4 ജോലിക്കാരുണ്ടായിരുന്ന പള്ളികളിൽ ഒരാളാക്കി വെച്ചേക്കുവാണ്. ഈ മൂന്ന് ജോലിക്കാർക്കും പിരിച്ചുവിട്ടേക്കാണ്. താൽക്കാലികമായിട്ട് അവരെ പിരിച്ചുവിട്ടേക്കാണ്, അവർക്ക് ജോലി ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഉസ്താദായിട്ട് ആലോചിച്ച്, ബ്രദർസായിട്ട് ആലോചിച്ച് 2-3 പ്രാവശ്യമായിട്ട് അവർക്ക് 2000 രൂപ 3000 രൂപ വെച്ചിട്ട് അവരെ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, അവരുടെ ലിസ്റ്റ് എടുത്തിട്ട്. പിന്നെ പാവപ്പെട്ട വീടുകൾ നോക്കി കിറ്റുകൾ വിതരണം ചെയ്തു. പ്രത്യേകിച്ച് ഈ റമദാനിൻ്റെ അവസാനം നമ്മൾ നോക്കിയപ്പോൾ ഒരു കോളനിയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. കൊറോണ വന്നാൽ ആ കോളനി മൊത്തം കൊറോണ ആയിപ്പോയി. അപ്പം നിങ്ങൾ ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. പെട്ടെന്ന് പറഞ്ഞു നമുക്ക് പെരുന്നാളിനോട് അടുത്ത ദിവസമായിരുന്നു. പെരുന്നാളിൻ്റെ തലേന്ന് നമുക്കൊരു മേടിച്ച് അറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അറുത്ത് അവർക്കൊരു പെരുന്നാൾ ആഘോഷിക്കാൻ പാകത്തിനുള്ള എല്ലാം കൂടി അവർക്ക് കൊണ്ടുപോയി കിടക്കുകയുണ്ട്. എല്ലാ പെരുന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പാകത്തിനുള്ള എല്ലാ സഹായങ്ങളും ആ കോളനി മുഴുവനുള്ള എല്ലാവർക്കും കൊടുക്കുകയുണ്ട്. പിന്നെ പല സന്ദർഭങ്ങളിലും നേരിട്ട് അപ്പ വന്ന ആവശ്യങ്ങൾ, രോഗികൾ, പ്രയാസം അനുഭവിക്കുന്നവർ, കടങ്ങൾ കൊണ്ട് വലഞ്ഞവർ, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മിറ്റി നമ്മുടെ നെല്ലിക്കുഴിയാണ്. നെല്ലിക്കുഴിയിൽ ഞങ്ങൾ ആലോചിച്ച് സക്കാത്തിൻ്റെ പൈസ ഒരുമിച്ച് കൂട്ടി അടുത്ത വർഷം മുതൽ ഇങ്ങനെയുള്ള സാധുക്കൾക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അൽഹംദുലില്ലാ ജമിയത്തിൻ്റെ വരവ് കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് യൂണിറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. കൊച്ചിയുണ്ട്, വടുതല ഉണ്ട്, ഇടത്തല ഉണ്ട്, ഒരുപാട് യൂണിറ്റുകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ല കുറേയും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. ഇവരുടെയൊക്കെ കാർഗുസാരി കേൾക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നത് സിറ്റി യൂണിറ്റും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡ്വക്കേറ്റ് റഫീഖ് സാഹിബ് ഉണ്ടോ ഒന്ന് വായിക്കോ? അഷിമുസ ഒന്ന് ഒലമാക്കളുടെ ഇടയിൽ പരിശ്രമിച്ചതൊന്നും കൂടി കാർഗുസാരി പറഞ്ഞു കഴിഞ്ഞാൽ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ 2018 ആ ജലപ്രളയത്തിൽ നമുക്കറിയാം നമ്മുടെ ഈ മദ്രസയും ഇതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തില്ല. എന്നാൽ നമ്മളുടെ ഈ മദ്രസ കേന്ദ്രീകരിച്ചുകൊണ്ട്, മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചുറ്റുപാട് എറണാകുളം ജില്ലയിലും അതല്ലാത്ത സ്ഥലങ്ങളിലും പ്രളയത്തിൽ ബുദ്ധിമുട്ടിയ ആൾക്കാർക്ക് ധാരാളം നമ്മളെ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുകയുണ്ടായി. ആദ്യമായി ഭക്ഷണം ഉണ്ടാക്കി അത് വിതരണം ചെയ്തു. പിന്നീട് താമസിക്കാനുള്ള സൗകര്യം, നമ്മുടെ മദ്രസയിലും അങ്ങനെ ബുദ്ധിമുട്ടി വന്നവർക്ക് താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് കൊടുത്തു, അവർക്കുള്ള വസ്ത്രം, ഇങ്ങനെ പലതും ചെയ്തു. എന്നാൽ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചത് നമ്മളുടെ ആലിമീങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ആർക്കെന്തെങ്കിലും പ്രളയത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അവിടെ പോയി അന്വേഷിച്ച്. പ്രധാനമായിട്ടും നമ്മൾ കുഞ്ഞിനിക്കര, പുളിയന്നൂർ ആ ഭാഗത്തൊക്കെയാണ്. അവിടെയുള്ള ആൾക്കാരെയൊക്കെ പോയി കണ്ട് ആലിമീങ്ങളായ ആൾക്കാർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ ചിലരുടെ വീടിൻ്റെ ഭിത്തികൾ പൊട്ടിപ്പോയി, ചിലരുടെ മതിലിടിഞ്ഞു പോയി, ചിലരുടെ തയ്യൽ മെഷീനും അതുപോലുള്ള വസ്തുക്കളൊക്കെ നശിച്ചു പോയി, ഇങ്ങനെ പല കാര്യം. ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഓരോരുത്തർക്കും കൂടുതലും കുറവായിട്ട് എത്തിച്ചു കൊടുത്തു. ഏതാണ്ട് 10,000 മുതൽ 50,000 രൂപ വരെയുള്ള തുകകൾ
അതിൻ്റെ അർഹരായ വ്യക്തികൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ആലിമീക്കൾക്ക് മാത്രമായിട്ട് ഏതാണ്ട് 3.5 ലക്ഷത്തോളം രൂപ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇബ്രാഹിം അലി ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം പറയും, കൊടുക്കുകയുണ്ടായി. പ്രധാനമായിട്ടും നമ്മളതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പല സ്ഥലത്തു നിന്നും നമ്മളെ വിളിച്ച് പറയുകയും ചെയ്തു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന ആലിമിന് ഇന്ന സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എറണാകുളം ജില്ല വിട്ടും അതിന് വെളിയിലേക്കുള്ള ജില്ലകളിലുള്ള ആൾക്കാർക്കും സഹായം ചെയ്യാൻ നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാ. അതുപോലുള്ള മറ്റ് നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കുകളും അതുപോലെ വയറിങ് ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് ഈ ഉളിയന്നൂർ ആ ഭാഗങ്ങളിലൊക്കെ മിക്ക വീടുകളിലും അവരുടെ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. അതെല്ലാം നന്നാക്കി കൊടുത്തു. വാഹനങ്ങൾ കേടായവരുടെ വാഹനങ്ങൾ ശരിയാക്കി കൊടുത്തു. പിന്നെ ഭക്ഷണ സാധനങ്ങൾ, വീടുകൾ ക്ലീൻ ചെയ്ത് കൊടുത്തു. ആ ഭാഗങ്ങളിലെല്ലാം വെള്ളം പൊങ്ങിയിട്ട് വീടുകളിൽ ചെളി ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് നമ്മളുടെ പ്രവർത്തകരായ ആൾക്കാർ പോയി എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അൽഹംദുലില്ലാ. എല്ലാവർക്കും അതിൻ്റെ പേരിൽ വലിയ സന്തോഷമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആ ത്യാഗങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പൊന്നാനിൻ്റെ എന്ന് പറയാം. ഞാൻ മുഖ്തസറൻ നമ്മുടെ ടോട്ടൽ റിപ്പോർട്ട് ഒന്ന് വായിക്കാം. നമ്മൾ അൽഹംദുലില്ലാ 2018 പ്രളയം വന്നതിന് ശേഷമാണ് ജമിയത്തുൽ ഉലമാ ഹിന്ദിനെ നമ്മൾ പരിചയപ്പെടുന്നതും ശരിക്കും കായംകുളത്ത് മൗലാന സയ്യിദ് മഹ്മൂദ് മദനി അവർകൾ അവിടെ വരികയും അതിനുശേഷം അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെയാണ് ജമിയത്തിൻ്റെ പ്രവർത്തനം ശരിക്കും തുടങ്ങുന്നത്. അവിടെ വെച്ചിട്ട് 3 സോണായിട്ട് തിരിച്ചു: സൗത്ത് സോൺ, നോർത്ത് സോൺ, സെൻട്രൽ സോൺ. സെൻട്രൽ സോണിൻ്റെ പ്രവർത്തനം ഇടത്തലിൽ നിന്നും, നോർത്ത് സോണിൻ്റെ പ്രവർത്തനം നമ്മളെ മുജീബ് മൗലവി, റാഷിദ് മൗലവി അവരൊക്കെ കൂടിയും, അതേപോലെ തന്നെ സൗത്ത് സോണിൽ നമ്മുടെ മൗലാന സുഫിയാൻ സാഹിബ് അവരുടെ നേതൃത്വത്തിലും നമ്മളുടെ ഈ ജമിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ അന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതെല്ലാം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഏകദേശം 8 കോടിയോളം ഉറുപ്പിൻ്റെ സഹായങ്ങളാണ് നമ്മളന്ന് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മളെല്ലാം ജമിയത്തിൽ സമർപ്പിച്ചതാണ്. അതിൻ്റെ അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകൾ ജമിയത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് അതിനുശേഷം നമ്മളോട് പറഞ്ഞ് നമ്മളുടെ ഈ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ജമിയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിലീഫാണ് എന്ന് മാത്രമുള്ള ഒരു രൂപം മാത്രമേ നമ്മളെ ഇതിലുള്ളൂ, സഹായിക്കുക എന്നുള്ള രൂപം. ശരിക്കും മൗലാന മഹ്മൂദ് സാഹിബ് നമ്മളോട് ഈ പരിശ്രമം തുടങ്ങിയപ്പം പറഞ്ഞിരുന്നു, ഇത് ഖിദ്മത്തുൽ ഖൽഖാണ്, അടിമകളുടെ സേവനമാണ്. ഏതുവരെ നമ്മളത് ചെയ്യുന്നില്ല അതുവരെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലുള്ള ഇതുകൾ നമുക്ക് എത്താൻ സാധിക്കില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. മാത്രമല്ല ഇവർ പറയും, ആ പരിശ്രമം ദീനിൻ്റെ പരിശ്രമത്തിനെ പോലെ തന്നെ ഈ പരിശ്രമത്തിനെയും ഈ സേവനത്തിനെയും നമ്മൾ കാണാത്തിടത്തോളം നമുക്ക് അതിൻ്റെ കൂലി നമുക്ക് കിട്ടൂല എന്ന് മൗലാന എപ്പോഴും പറയുമായിരുന്നു. നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾ സമയം ഒഴിവാക്കിയെടുത്ത് കുറച്ച് സമയം ഇതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം, എന്നാൽ മാത്രമാണ് ഈ പരിശ്രമം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. ശരിക്കും ഇതൊരു ഉമ്മത്തിൻ്റെ എംപവർമെൻ്റ് ആണ്. നമ്മളെ ഉമ്മത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും പഠിപ്പിക്കുക, അതിൻ്റെ ദീനിയായ രൂപത്തിൽ പഠനം നടത്തുക, അവരുടെ ഇസ്ലാഹിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അവരെ മുആശറാത്ത് നന്നാക്കുക, കുടുംബജീവിതം നന്നാക്കുക. അതേപോലെ തന്നെ മുമ്പിലേക്ക് അവരുടെ സ്കൂൾ പഠനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള മുഴുവൻ രൂപത്തിലുള്ള സപ്പോർട്ടുകളും നമ്മൾ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, കുടുംബ ബന്ധങ്ങളിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ്, സ്ത്രീകളുടെ ഇടയിലുള്ള പരിശ്രമം, പുരുഷന്മാരുടെ ഇടയിലുള്ള പരിശ്രമം. ജമിയത്തിനെ സംബന്ധിച്ച് ഈ എല്ലാ രൂപത്തിലുള്ള പരിശ്രമത്തിനും ഓരോ വിങ്ങുകളും ഓരോ രൂപങ്ങളുണ്ട്. റിസർച്ചിനുള്ള വിങ്ങുണ്ട്, ഹലാലിൻ്റെ രൂപങ്ങളുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ മാസം കാണുന്നതിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട്, ശരയ്യ രൂപത്തിലുള്ള വിങ്ങുകളുണ്ട്. എല്ലാം വളരെ വ്യക്തമായ രൂപത്തിൽ ചിട്ടയോടുകൂടി ഈ ജമിയത്തിൻ്റെ പരിശ്രമം നടക്കുന്നുണ്ട്. ഈ പരിശ്രമം നമ്മുടെ നാട്ടിലും ഇത് തുടങ്ങണമെന്ന് നമ്മളോട് പറഞ്ഞ് അതിൻ്റെ പേരിൽ അൽഹംദുലില്ലാ നമ്മൾ 2020 എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ചിട്ടയോടുകൂടി നമ്മളൊരു കൂട്ടമായി ഇതിൻ്റെ സേവനം നമ്മൾ മുമ്പിലേക്ക് ഇനിയും നിലനിർത്തണം എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 2020 ഏകദേശം നമ്മൾ ഇതിൻ്റെ പരിശ്രമം നമ്മൾ തുടങ്ങിയത്. ജമിയത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ യൂണിറ്റുകൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടാതെ റമദാൻ മാസത്തിൽ നമ്മൾ കിറ്റുകൾ പ്രധാനമായിട്ടും ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് 1854 കിറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ
നമ്മൾ 8 ജില്ലകളിലോളം നമ്മളുടെ പ്രവർത്തനം നമ്മൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം ഈ ഏരിയ വരെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് റിലീഫായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിട്ടയോടുകൂടി നമ്മളുടെ കീഴിലുള്ള ആൾക്കാർ നമ്മളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് തന്നെ ഈ പരിശ്രമങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൊറോണയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കൊറോണയ്ക്ക് വേണ്ടിയിട്ടുള്ള PPE കിറ്റും കാര്യങ്ങളും അതിനുവേണ്ട സർവീസുകളും കാര്യങ്ങളും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിൽ കുറേ പ്രശ്നങ്ങൾ വന്നപ്പം അവരുടെ സഹായം നമ്മളോട് ചോദിച്ചതിൻ്റെ പേരിൽ ലക്ഷദ്വീപിൽ നമ്മൾ കപ്പലിൽ ഏകദേശം 60ഓളം വലിയ കിറ്റുകൾ നമ്മൾ ലക്ഷദ്വീപിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് മഹാരാഷ്ട്രയിൽ നമുക്കിപ്പം ഫ്ലഡിൻ്റെ കാര്യങ്ങളുണ്ടായി. അപ്പം മഹാരാഷ്ട്രയിൽ നമ്മൾ പോയി 4 ലക്ഷത്തോളം രൂപ ജമിയത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളവിടെ കൊടുക്കുകയും അവിടെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇൻഡിവിജ്വലായിട്ട് ഒരുപാട് പേർക്ക് അൽഹംദുലില്ലാ നമുക്ക് വലിയ വലിയ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് ഉറുദുവിൽ പറയുന്നു, കാരണം മൗലാന മുഫ്തി ഷംസുദ്ദീൻ സാഹിബും മൗലാന ഹാഫിസ് പീർ ഖലീഖ് സാഹിബും നമ്മളുടെ ഈ പരിപാടികൾ കേൾക്കുന്നുണ്ട്. हमने जमीयत का काम, जो रिलीफ का काम जितना भी हुआ, अभी हमारे एक एक यूनिट में से उन्होंने ये सब हमारे छोटे छोटे रिपोर्टें बताई, इंडिविजुअली जितना लोगों के साथ काम किया. रिलीफ में हमने 8 करोड़ के करीब में हमने काम किया है. उसमें छोटे छोटे यूनिट बनाया और ज़िला में से अभी उसके बाद हमने जमीयत का काम 220 में हमने 2020 में हमने शुरू किया है. उसमें हमने 8 ज़िला तक हमने काम शुरू किया है. उसमें 6 ज़िला में हमारा छोटा छोटा अडहॉक कमिटीज़ हैं और 16 यूनिट्स हमने बनाया. 16 यूनिट ऐसा है जो कुछ गांव हैं, मतलब 6-7 गांव मिलाकर या एक तालुका जैसे हमने बनाकर उसको यूनिट बनाया, जिसमें हमारे लोग हैं. उनको हमने क्या किया कि उनको साथ मिलाकर उसको एक मेहनत के लिए एक तरतीब बनाया और उसमें मेंबरशिप साजी भी करवाई और उसके बाकी काम भी हमने उसमें करवाया है. इस यूनिट के हिसाब से हमने बहुत कुछ काम किया है. इस यूनिट में से ख़ास तौर पर एक एक ज़िले को हमने उसमें टारगेट किया. जैसे हमने हर ज़िला में जाकर एक एक काम, छोटा छोटा काम हमने शुरू नहीं किया, बल्कि 1 या 2 ज़िला को पकड़कर उसको हमने स्ट्रेंथन किया. उसमें हमने सबसे पहला एर्नाकुलम ज़िला है, ज़िला जो एर्नाकुलम है उसमें हमने 8 से ज़्यादा यूनिट हमने बनाया है. उसका रिपोर्ट्स भी आपके सामने इधर हुआ है. माशाअल्लाह अल्हम्दुलिल्लाह बहुत अच्छा काम आगे बढ़ रहा है. इंशाअल्लाह अल्लाह ताला से दुआ है, आप लोगों के दरख्वास्त हैं, ख़ास दुआ किया जाए, इस्तिकामत के साथ और हिम्मत के साथ इस काम को किया जाए इंशाअल्लाह. അടുത്തതായിട്ട് എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരുന്നാൽ നല്ലതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കലാണ് നല്ലത്. നമ്മളെ ജമിയത്തിൻ്റെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഇറങ്ങി അവരുടെ വിഷമം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖപ്രസന്നത അവർ കാണുന്നുണ്ട്, നമ്മളുടെ ഒരു എനർജി അവർ കാണുന്നുണ്ട്, എന്നാലാണല്ലോ ഒരു വിഷമമുള്ളതാക്കി നമുക്ക് കൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഹിമ്മത്തോടു കൂടി ഇരിക്കണം. നമ്മളെല്ലാവരും ഈ പരിശ്രമം, ഈ റിപ്പോർട്ടുകൾ കാർഗുസാരികൾ ഇവിടെ പറഞ്ഞത് ശരിക്കും നമുക്ക് മുമ്പിലേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹിമ്മത്തുണ്ടാവാനും നമ്മൾ സമയം കൊടുക്കാനും നമ്മൾ അതിന് ഓരോരുത്തരും തയ്യാറാകാനും വേണ്ടിയിട്ടാണ്. നമ്മൾ തയ്യാറായാൽ മാത്രം പോരാ, നമ്മളെ കൂട്ടത്തിലുള്ളവരെ ഇതിലേക്ക് തയ്യാറാക്കുകയും ചെയ്യണം. അൽഹംദുലില്ലാ നമ്മളെ ഏകദേശം 2 വർഷത്തോളമായി അഡ്ഹോക് കമ്മിറ്റി നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. അതിൻ്റെ കീഴിലാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പം ജമിയത്ത് ഉലമാനെ സംബന്ധിച്ച് എല്ലാ നാടുകളിലും എല്ലാ സ്റ്റേറ്റുകളിലും ഇതിൻ്റെ കമ്മിറ്റികൾ എടുക്കുന്ന സമയമാണ്. ഇപ്പം സെപ്റ്റംബർ 15 മുമ്പായിട്ട് നമ്മളുടെ എല്ലാ സ്റ്റേറ്റുകളിലുള്ള കമ്മിറ്റികളെയും എടുത്ത് അവർക്ക് പൂർത്തിയാക്കണം. അപ്പോൾ നമ്മളടുത്ത് ഡേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അതിനു വേണ്ടി ഡേറ്റ് കൊടുക്കേണ്ടി വന്നു. അതിനു വേണ്ടി പ്രൈമറി മെമ്പർഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്രൈമറി മെമ്പർഷിപ്പ് ആണ് നമ്മൾ ബുക്കിൽ എഴുതിയിട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആക്റ്റീവ് മെമ്പർഷിപ്പും ചെയ്യണം. കാരണം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആക്റ്റീവ് മെമ്പർഷിപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മളിവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഉസ്താദന്മാരും നമ്മളെ കുട്ടികളും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ എല്ലാവരും ആക്റ്റീവ് മെമ്പർഷിപ്പ് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം
നമ്മളുടെ കൂട്ടുകാർ പലരും ഒരുമിച്ച് കൂടിയിരുന്നു നമ്മളെ ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളത് എടുക്കേണ്ടത്, അതിൻ്റെ രൂപം എന്താണോ എന്ന് ചോദിച്ചു. നമ്മളതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആർക്കെല്ലാം എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ടോ എല്ലാവർക്കും ഇവിടെ പറയാനും അതിനോട് യോജിക്കാനും അതിനോട് വിയോജിക്കാനും എല്ലാവർക്കും ഇവിടെ സന്ദർഭമുണ്ട്. നമ്മൾ അന്ന് ഏകദേശം ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി ഓരോരുത്തരുടെ പേര് പഹലെ സബ്കാ നാം സാത്ത് മേ ബോലെംഗെ യാ മൗലാന പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ആര് വേണം എന്നുള്ള രൂപത്തിൽ ഒരു പേര് നിർദ്ദേശിക്കപ്പെടണം. ആ നിർദ്ദേശിക്കപ്പെട്ടതിന് ശേഷം 1-2 ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ അതിനെ തായീത് ചെയ്യണം. തായീത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോജിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മൗലാന എല്ലാവരോടും ചോദിക്കും. അപ്പം നമ്മളെല്ലാവരും കൈ ഉയർത്തി കാണിക്കണം എന്നുള്ളതാണ് മൗലാന പറയുന്നത്. അപ്പം അതിലേക്ക് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് മൗലാന അബ്ദുസ്സമദ് ഉസ്താദിനെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് ഒന്ന് കൂടിയിരുന്നു. ഏകദേശ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദിൻ്റെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഐക്യകണ്ഠേന ആ മജ്ലിസിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് പേര് വന്നത് നമ്മുടെ ബഹുമാന്യനായ ഇബ്രാഹിം മൗലവി അവരുടെ പേരാണ്. ആ തീരുമാനം ഐക്യകണ്ഠേനയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെ ലംഘിച്ചിട്ട് ഒരു പേര് അദ്ദേഹം കൂടെ വെച്ചത് അദ്ദേഹത്തിൻ്റെ മര്യാദ എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനൊരു അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. പ്രസിഡൻ്റായിട്ട് ഇബ്രാഹിം മൗലവിയുടെ പേര് ഇബ്രാഹിം മൗലവിയുടെ പേരാണ് വന്നിട്ടുള്ളത്. അതിനോടുള്ള അഭിപ്രായങ്ങളും ഒക്കെ എല്ലാവർക്കും പറയാം. ഒന്ന് രണ്ട് പേര് ഇവിടെ വന്നിട്ട് മൗലാന പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 പേര് ഇവിടെ വന്നിട്ട് അത് തയീദ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിലേക്കായിട്ട് ആദ്യം മുജീബ് മൗലവി അവറുകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ബഹുമാനികളെ നമുക്കെല്ലാവർക്കും അറിയാം, ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദിൻ്റെ കേരള ഘടകം അതിൻ്റെ രൂപീകൃതമായത് മുതൽ ഏറ്റവും കൂടുതൽ അതിനോട് പരിശ്രമിക്കുകയും അതിൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും അത് റിലീഫിലായിട്ട് വേറെ ഏത് മേഖലയിലാകട്ടെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ ബഹുമാനനായ ഇബ്രാഹിം ഉസ്താദ് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ നിങ്ങളുടെ മഷ്വറിലുണ്ടായ ആ അഭിപ്രായം അത് പൂർണ്ണമായിട്ടും നല്ല തീരുമാനമാണ്. അതിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. അടുത്ത ഇതിൻ്റെ തയ്യീദ് പിന്താങ്ങാൻ ഒരു ജില്ലാ ഘടകത്തിൻ്റെ ആൾക്കാർക്ക് വരാം. പാലക്കാട്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി മാ ബഅദ്. മുഅസ്സിസ് ഉലമാഇ ഇക്റാം വസാമീന ഇലാം മുഅസ്സസ് ज़िम्मेदारान जमीयत उलमाए हिंद, अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। सूबा केरला का जमीयत उलमाए हिंद इंतखाबी इजलास जब मुनअक़िद हुआ है, मैं तहे दिल से खुश हूँ
और जो इसमें जो सदर का नाम पेश आया है मौलाना इब्राहिम साहिब, मैं उसका भरपूर तायद करता हूँ। जो खिदमत अब तक उन्होंने किए हैं जमीयत के उलमा की तरफ से, अल्लाह ताला उसको पूरा कबूल करे और आइंदा पूरा उम्मत को जमीयत उलमा हिंद की तरफ से भी पूरा फ़ायदा पहुँचाए। मैं इसका भरपूर तायद करता हूँ। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। അല്ലാഹുമ്മ സല്ലി അലൈഹി അൽഹംദുലില്ലാഹ്. ജമിഅത്തുൽ ഹിന്ദിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ 2018 തുടക്ക ദിവസം അന്ന് മുതൽ പരിശ്രമിച്ചാണ് ഇബ്രാഹിം മൗലന. നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. എത്രത്തോളം അറിയാമോ? ആഹാരം വേവിച്ച് യൂസി കോളേജിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ വണ്ടിയാൽ നിന്നുപോയി. ടോറസ് മാത്രമേ പോകത്തുള്ളൂ. പോകുന്ന വഴിക്ക് ആൾക്കാർ കൊണ്ടുപോയി ഇറങ്ങുന്നതിന് മുമ്പ് അയക്കുക. അന്നുമല്ല അൽഹംദുലില്ലാഹ് ഇബ്രാഹിം മൗലവി അവർ മുമ്പിലുണ്ട്. എല്ലാം കൊണ്ട് അദ്ദേഹം പറ്റിയ ആളാണ് ഇന്നുവരെയുള്ള ഈ സെക്കൻഡിലെ പ്രവർത്തനത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് പ്രസിഡൻ്റായിട്ട് സ്ഥാനം കൊടുക്കാമെന്ന് എൻ്റെ അഭിപ്രായം പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറ. ഇനി ആർക്കെങ്കിലും അഭിപ്രായം? അബ്ദുസ്സലാം മൗലവി കൊല്ലം. ഒരാൾ. സേഠ് സാഹിബ് അഭിപ്രായം പറയാവുന്നതാണ്. എല്ലാവരും അംഗീകരിക്കുന്ന എതിരഭിപ്രായം ആർക്കും ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കൈ ഉയർത്തിയാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പാസ്സാക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, കുലു തക്ബീർ, അല്ലാഹു അക്ബർ. ഒന്നും കൂടെ കൈ ഉയർത്താനാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് വൈസ് പ്രസിഡൻറ്റിനെ തീരുമാനിക്കുന്നതാണ്. അതിലേക്ക് 4 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിലേക്ക് നമുക്ക് പേരുകൾ വന്നിരിക്കുന്നത്: ഒന്ന് ഹദരത്ത് മൗലാന അബ്ദുസ്സമദ് ഉസ്താദ് അൽ-കൗസരി അവർകളെയാണ്. രണ്ടാമത്തത് പേര് വന്നിരിക്കുന്നത് ഹദരത്ത് മൗലാന യൂസുഫ് സാഹിബ് കാശിഫി നെടുമങ്ങാട് ഉസ്താദ് അവർകളെയാണ്. ഉസ്താദിന് സുഖമില്ലാത്തതുകൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല, വിളിച്ചിരുന്നു. മൂന്നാമത്തതായിട്ട് നിർദ്ദേശം വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് റഫീഖ് സാഹിബിനെയാണ്, ചേരാനല്ലൂർ. നാലാമത്തതായിട്ട് നോമിനേഷൻ വന്നിരിക്കുന്നത് മൗലാന അഷ്റഫ് നജ്മി സാഹിബിനെ കുറിച്ചാണ്. ഇങ്ങനെ 4 പേരുടെ പേരുകൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള എല്ലാവരും ഇതിനെ തായീത് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. നാല് പേര്, 4 വൈസ് പ്രസിഡന്റ്. ഇതിൽ ഇനി വേണ്ടത് നമുക്ക് ട്രഷററാണ്. ട്രഷററിൻ്റെ പേരിലേക്ക് മൗലാന പറയുന്നത് ട്രഷറർ അങ്ങനത്തെ ആളാണ് വേണ്ടത്. ആദ്യം തന്നെ ഒരു 50 ലക്ഷം റുപ്യ ജമിയത്തിലേക്ക് കൊണ്ടുതരണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിലേക്കും വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നത് ഹദരത്ത് മൗലാന തൽഹ സേഠ് സാഹിബ് അവർകളെയാണ്. എല്ലാവരുടെയും തായീത് ചോദിക്കുന്നുണ്ട് മൗലാന. എല്ലാവരും അത് കൂടാണ്ട് അടുത്തത് നമ്മളെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇതാണ്. അതിലേക്ക് ഹദരത്ത് മൗലാന മുജീബ് സാഹിബ് അവർകൾ നിലമ്പൂർ ആണ് നമ്മൾ
ചെയ്തിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി. ഒരു പിന്നെ നമുക്കൊരു സ്റ്റേറ്റിലേക്ക് ഒരു സെക്രട്ടറി വേണം. അതിനു വേണ്ടിയിട്ട് നിർദ്ദേശം വന്നിരിക്കുന്നത് അതിൽ നമ്മളുടെ സെക്രട്ടറി ആയിട്ട് ഇതിൽ നമുക്ക് ജമിയത്തിന് കുറച്ച് ദസ്തൂറുകളുണ്ട്. ചില കാര്യങ്ങളാണ് അവരുടെ പ്രൊഫൈലിൽ എഴുതുന്നത്. അതുകൊണ്ടാണ് മൗലാന ആ രൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ സെക്രട്ടറി ആയിട്ട് നമ്മൾ നാമനിർദ്ദേശം ചെയ്യുന്നത് മൗലാന നൗഫൽ കൗസരി അവർകളെയാണ്. രണ്ടാമത്തത് മൗലാന അബ്ദുസത്താർ മൗലവി അവർകളെയാണ്. ഇതിൽ തായീത് ചെയ്യുന്നുണ്ടോ, എന്താണ് യോജിപ്പ് വിയോജിപ്പ് കൈ ഉയർത്താൻ വേണ്ടി പറഞ്ഞു. അബ്ദുസത്താർ മൗലവി പറക്കോട്. നമ്മളുടെ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മൗലാന കുറച്ച് സമയം നസീഹത്ത് ചെയ്യും. മുഫ്തി റജീബ് സാഹിബ് ഒന്ന് തർജ്ജമ ചെയ്യും. उसको कंक्लूड कर लेंगे ना। बिस्मिल्लाहिर्रहमानिर्रहीम। अल्लाहुम्मा सल्ली अला सय्यिदिना शफीअना व हबीबना व करीमना मौलाना मुहम्मद सल्लल्लाहु अलैहि वसल्लम। जमीयतुल उलमा केरला के मौलाना इब्राहिम साहब, सदर जमीयतुल उलमा केरला, मौलाना अब्दुल समद साहब, मौलाना मुजीब साहब, मौलाना शरफुद्दीन साहब और जमीयत के ज़िम्मेदारान, आज का जो ये इजलास है एक इंतखाबी इजलास है। इलेक्शन के लिए ये इजलास बुलाया गया है, ये सेशन इलेक्शन के लिए बुलाया गया है। जमीयत उलमा का एक कॉन्स्टिट्यूशन है, दस्तूर है, और वो कॉन्स्टिट्यूशन जो हमारे अकाबरीन ने, आइम्मा ने, उलमा ने, मुफ्तियान इकराम ने 100 साल पहले बनाया। जब मुल्क आज़ाद नहीं हुआ था, इंडिपेंडेंस नहीं मिला था मुल्क को, उस वक्त हमारे अकाबरीन ने फिक्र करके ये दस्तूर बनाया था। ऐसा खूबसूरत दस्तूर बनाया, इतना ब्यूटीफुल कॉन्स्टिट्यूशन बनाया। उस कॉन्स्टिट्यूशन में हर कम्युनिटी का आदमी को राइट मिल सकता है। वो दस्तूर जब आप पढ़ेंगे, ये एक अकाबरीन की 100 साला जमात है और हम लोग ऐसी जमात से जुड़े हुए हैं जिसकी एक तारीख 100 साल की है, 100 ईयर की एक हिस्ट्री है। वो जमात के आप मेंबर हैं जिन्होंने इस मुल्क को आज़ाद कराने के लिए अपना माल जान सब कुछ कुर्बान किया। आप वो जमात के मेंबर हैं।
किसी जमात की 10 साल तारीख हो जाती, 15 साल तारीख होती है, तो उसका बड़ा प्रोपोगंडा होता है और बहुत बड़ी बात की जाती है। और जिस जमात के पास 100 साल से ज्यादा तारीख हो, वो जमात क्या होगी आप खुद सोच लीजिए। और इस जमात में जो तरीक़ेकार है, जो सिस्टम है काम का, वर्क का जो सिस्टम है, वो सिस्टम कहीं और से नहीं, दीन इस्लाम से लिया गया है, अलग नहीं है। दीन इस्लाम से वो जो वर्क करने का जो सिस्टम है, वो दीन इस्लाम से लिया गया है। जैसे फॉर एग्जाम्पल गरीबों की मदद करना, ऑर्फनेज की हेल्प करना, सप्रेस डिप्रेस लोगों की हेल्प करना, ये सब दीन है, हमारा मजहब है। उसको लेकर कॉन्स्टिट्यूशन बनाया गया, वो ऑर्गेनाइजेशन को आगे बढ़ाया गया इस मुल्क में। और इस जमात का जो झंडा है, जो फ्लैग है, वो फ्लैग फतेह मक्के के वक्त आप सल्लल्लाहु अलैहि वसल्लम के दस्ते मुबारक में था। वो झंडा हमारी जमीयत का झंडा है। उस झंडे के तले, उस झंडे के नीचे दुश्मनाने इस्लाम ने शिकस्त भी खाई और अमन भी पाया। हमारे मुल्क में भी उसी झंडे के नीचे अंग्रेजों की शिकस्त हुई और ये मुल्क से भागने पर मजबूर हुए। ये वो झंडा है। ये जमीयत की थोड़ा सा इंट्रोडक्शन आपके सामने मैंने बताया है। अब आप जमीयत के नजरिए को समझिए, आइडियोलॉजी को। क्योंकि कोई भी ऑर्गेनाइजेशन में जब आप काम करते हैं, कोई भी जमात में आप काम करते हैं, वो जमात के सिस्टम को, वो जमात के कॉन्स्टिट्यूशन को, वो जमात के काम को नहीं समझेंगे तो वो काम करने में आपको फायदा नजर नहीं आएगा, बेनिफिट नजर नहीं आएगा। जब तक वो ऑर्गेनाइजेशन को जब आप पूरी तरीके से समझ जाएंगे, तो उस वक्त जब आप थोड़ा भी काम करेंगे तो आइंदा का काम करने में आपको सहूलत होगी। जो अंग्रेजों से लड़ाई ये जमीयत के अकाबिरीन ने और उलमा ने, मुफ्तियान ने लड़ी, जिसको आप और हमारी जबान में जंग कहा जाता है, वॉर कहते हैं ना, जंग को वॉर कहा जाता है। जैसे ही वॉर या जंग बोला जाएगा तो आपके माइंड में क्या बात आएगी? वॉर के माने, जंग के माने ये है कि एक बॉर्डर पर फाइट हो रही है, आमिनेशन होगा साथ में और किलिंग होगी, लोगों को कत्ल और गारतगरी की जाएगी, लोगों के घर लूटे जाएंगे, उनके प्रॉपर्टीज को डिस्ट्रॉय किया जाएगा। उसके बाद फिर वो जंग, बैटल जो है वो जीती जाएगी। यही होता है ना वॉर में, यही होता है ना, तसव्वुर यही है ना, हमारी थिंकिंग यही है। क्या अजीब अकाबिरीन उलमा इकराम थे जिनके पास ना हथियार थे, ना उन्होंने कत्ल व गारतगिरी की और ना किसी को तकलीफ दिया, उसके बावजूद उन्होंने जंग जीती। कैसे? समझिए, आइडियोलॉजी को समझिए, जमात की, जमीयत की आइडियोलॉजी को समझिए। लड़ाई उन्होंने लड़ी अंग्रेजों के खिलाफ में, नुकसान अपना करवाया, 55,000 उलमा शहीद हुए, अंग्रेज नहीं मरे, उलमा शहीद हुए 55,000। और मुल्क को आजादी दिलाई और अंग्रेज को भागने पर मजबूर कर दिया। ये लड़ाई उनकी आइडियोलॉजी की लड़ाई थी। ये लड़ाई उनकी इस मुल्क के प्रोटेक्शन के लिए थी, कम्युनिटी के प्रोटेक्शन के लिए थी।
उन्होंने अमन के साथ लड़ाई लड़ी और वो अमन के साथ लड़कर इस मुल्क को बचाया। थोड़ा पीछे चले जाइए 1400 साल पहले, मेरे आका सरकार दो जहां सल्लल्लाहु अलैहि वसल्लम को मक्के से निकाला गया और जब मदीना वापसी हुई तो उन्होंने भी कत्ल व गारतगिरी नहीं की, उन्होंने भी नहीं मारा, लोगों को माफ किया। ये उन्हीं के सिस्टम को अडॉप्ट करके उसी को समझकर ये लड़ाई लड़ी गई। और आज मेरे और आपके कायद हजरत मौलाना महमूद असद मदनी साहब की आइडियोलॉजी भी उसी अंदाज में चल रही है। समझने की जरूरत है। हमारी कम्युनिटी में, मुस्लिम कम्युनिटी में, जो आदमी जज्बाती बात करता हो, जो आदमी अच्छी गाली देता हो, उसको लीडर समझा जाता है और वो प्रो स्पीचेस करता हो, उसको यह समझा जाता है कि वो बेस्ट लीडर है। जो ग्रास रूट पे काम करता है, जो ग्रास रूट का ऑर्गेनाइजेशन है, उसको हमारी कम्युनिटी नहीं समझती। ये डिफरेंट है हमारी मेंटालिटी। हमारे सामने वाले कुछ ऑर्गेनाइजेशन हैं जिसका नाम मैं नहीं लूंगा, आप लोग समझ जाएंगे। वो है संगठन। जानते हैं ना संगठन किसको बोलते हैं? वाकिफ हैं आप? जो हिंदुत्व का नारा लेकर आजकल काम कर रहे हैं, समझने के लिए कह रहा हूं। वो लोग गाली नहीं देते, प्रो स्पीचेस नहीं देते हैं, मगर ग्रास रूट से वो लोग अपना काम कर रहे हैं। और हमारी मेंटालिटी ये है कि हम स्लोगन्स लगाते हैं बड़े बड़े, मगर काम नहीं करते। अदर कम्युनिटी के जो ऑर्गेनाइजेशंस हैं, पूरा ईयर अपना एक्टिविटी में लगाते हैं। वो लोग एक्टिविटी करते हैं, कम्युनिटी का हेल्प करना, एजुकेशन के पीछे, सबके पीछे। और ईयर में एक टाइम वो जलसा या कन्वेंशन करते हैं जो रिपोर्ट के लिए। बट अनफॉर्चुनेट, हमारी कम्युनिटी में हम साल भर कन्वेंशन करते हैं, जलसे करते हैं, एक दिन भी हम कम्युनिटी के लिए सर्व नहीं करते, एक्टिविटी के लिए हम लोग नहीं लगाते हैं। इसीलिए ये जो हमारे नेशनल प्रेसिडेंट है मौलाना महमूद असद मदनी साहब दामद बरकातहुम ने ये सिस्टम बनाया, मिंबर साजी जो मिंबर बनाने के लिए की जाती है, वो मिंबर साजी का एक सिस्टम बनाया। 6-8 महीने से ये मिंबर साजी पूरे कंट्री में, गांव-गांव, गली-गली में इसको मिंबर साजी करवाई। पहले भी होता था, लेकिन अब के बहुत एक्टिव टाइप में, मतलब आपको डिजिटल टाइप में एक्टिविटी सामने लाई और मिंबर बनाया। और 100 मिंबर के ऊपर में एक एक्टिव मिंबर बनाया। 100 मेंबर्स के ऊपर में एक एक्टिव मेंबर बनाया, ताकि वो एक्टिव मेंबर 100 मेंबर की जो प्रॉब्लम है, जो उनकी कंसल्ट है, उससे कनेक्ट हो सके। एक सिस्टम, ऑर्गेनाइजेशन का एक सिस्टम है। उसके बाद जनरल बॉडी मेंबर है, उसके बाद वर्किंग कमेटी मेंबर है, फिर उसके बाद जो है स्टेट के जो ओहदेदार होते हैं, ऑफिस बेरर्स होते हैं, जैसे प्रेसिडेंट, वाइस प्रेसिडेंट, जनरल सेक्रेटरी, सेक्रेटरी, ट्रेजरर, ये सब एक सिस्टमेटिक है, उसको बनाया गया है। अल्हम्दुलिल्लाह, इस खूबसूरत केरला के इस शहर में आकर, इस खूबसूरत हॉल में आप हजरात से बात करते हुए ये खुशी हो रही है कि पिछले चंद साल में ही, यानी 2-3 साल की मेहनत में अल्हम्दुलिल्लाह जमीयतुल उलमा को आप लोगों ने यहां तक पहुंचाया। ये बहुत खुशी की बात है, बहुत खुशी की बात है।
और ये जो नेक्स्ट टर्म है वो 3 इयर्स का होता है, पहले 2 इयर्स का होता था, अभी 3 इयर्स का टर्म है। तो 3 इयर्स के टर्म में आप सोच लीजिए, आप लोग यहाँ जितने बैठे हैं ये एक्टिव मेंबर हैं और जमीयतुल उलमा के बैकबोन हैं, जो आप यहाँ बैठे हुए हैं। जो मेंबर बनता है वो जमीयतुल उलमा का बैकबोन होता है बाज़ाब्ता तौर पर। तो आप ये सोच लीजिए 3 इयर्स में ये डिजिटल पीरियड में, यानी डिजिटल दुनिया में आपको 30 इयर्स का काम करना है नेक्स्ट, इस 3 इयर्स में। क्योंकि रिक्वायरमेंट इतना है, काम इतना बचा हुआ है, और उस काम को अगर हम लोग नहीं करेंगे तो शायद फिर आइंदा कोई नहीं कर पाएगा। हमारे अकाबरीन ने, उलमा ने, मुफ्तियान इकराम ने अपनी मसनदें, अपनी मस्जिदें, अपना सब कुछ छोड़कर मुल्क के कोने कोने गए और अंग्रेज़ों को भगाया और मुल्क को आज़ादी दिलाई, जिसकी वजह से आज 70 साल से हम लोग इस कंट्री में उन लोगों की मेहनत की वजह से हम एंजॉय कर रहे हैं। लेकिन अगर हम लोग अब मेहनत नहीं करेंगे तो आने वाली जो हमारी जनरेशन है उनके लिए बहुत प्रॉब्लम्स हैं। वो प्रॉब्लम्स को दूर करने के लिए सिर्फ हम ही कर सकते हैं, कोई दूसरा नहीं कर सकता। नामुमकिन है कोई दूसरा करना। इसलिए क्योंकि आप वारिसीन हैं उनके, वो अकाबरीन के वारिसीन हैं जिन्होंने इस मुल्क के गैसों को संवारा था, इस मुल्क को मुल्क बनाया था और अंग्रेजों को भगाकर इस्लाम का, दीन का, मुसलमानों का तहफ़्फ़ुज़ किया था। तो आज दोबारा फिर आप लोगों की भी यही ज़रूरत है। काम जमीयतुल उलमा के बहुत से हैं। मजहबी काम में जमीयतुल उलमा इस्लाह मुआशरा हर साल करती है, जिसमें आशरा मनाया जाता है। रिलीजियस एक्टिविटी जो जमीयतुल उलमा की होती है उसमें इस्लाह मुआशरा एक 10 दिन का जो है प्रोग्राम रहता है, जो डिस्ट्रिक्ट मंडल्स वगैरह में प्रोग्राम ऑर्गेनाइज होते हैं। उसमें टॉपिक को चूज किया जाता है। जैसे शराब नोशी मुसलमानों में भी है, और फ़ोन का गलत इस्तेमाल, मोबाइल का गलत इस्तेमाल, और शादी में जो जहेज़ की जो बहुत बड़ी लानत है वो, और बहुत से चीज़ों को टॉपिक को चूज करके उसके जो है वो टॉपिक्स पे काम किया जाता है। और इस वक्त ये टॉपिक पर हमको काम करने की बेहद ज़रूरत है कि जो यंग नौजवान जो हमारे अब इस वक्त हमारी इस स्टेट में भी है, हर स्टेट में है, वो लोगों के पास कोई काम नहीं है, सिवाय मोबाइल यूज करने के कोई और काम उनके पास में नहीं है। और उनका जो दिमाग है, उनका जो माइंड है, वो बिल्कुल कोलैप्स हो चुका है। वो 24 घंटे मोबाइल में है। उनको पानी पीने तक का वक्त नहीं मिलता है मोबाइल यूज करते हुए। बाजू रूम में माँ बाप अगर बैठे हों और बच्चे को पानी के लिए पुकारते हैं तो वो कान में हेडफोन लगाकर बैठा है, वो आवाज तक उनके कान तक नहीं पहुंचती। और मुसलमानों में सबसे ज्यादा डिप्रेशन नौजवानों के अंदर आया है। वजह इसकी ये है कि जो आईटी सेल है अदर कम्युनिटी के लोगों के, वो मोबाइल के जरिए से जो यंग मुस्लिम्स है उनके माइंड को डिप्रेस कर रहे हैं। डेली न्यूज़ेस फॉरवर्ड करते हैं उनको, कैसे वो हो गया, मॉब लिंचिंग हो गई, फला हो गया। तो अब उनके माइंड में ये बात आ रही है कि हमको, मतलब इस कंट्री में हमारी सेफ्टी नहीं है, ऐसा वो लोग सोच रहे हैं। तो हमारी रिस्पॉन्सिबिलिटी है कि वो नौजवानों को हम खरीब में करें और जमीयतुल उलमा के खरीब में करें, उसकी एक तारीख बताएं, उसकी हिस्ट्री बताएं कि जो है मुकम्मिल आज़ादी का नारा, टोटल इंडिपेंडेंस का जो नारा लगाया गया था, स्लोगन लगाया गया था, वो हमारे अकाबिरीन थे। 55,000 उलमा इस मुल्क की आज़ादी के लिए लड़के अपनी जान दी है, वो जमीयतुल उलमा है।
जेलों में सालों अपनी तकलीफें उठाई है हमारे अकाबरीन ने, वो नौजवानों को समझाने की जरूरत है, क्योंकि हिस्ट्री को वो लोग अपनी तरीके से समझा रहे हैं। अपोजिट जो हमारे खड़ा हुआ है वो गलत तरीके से जो है नौजवानों को समझा रहा है कि ये आपको गलत है, आपने लड़ा, बहुत कुछ लड़े, और सब कुछ होने के बाद फिर आपने एक छोटी सी कंट्री ले ली, ऐसा बता रहे हैं उनको बोला जा रहा है। जो जाने वाले थे वो तो जा चुके, लेकिन जो यहां खड़े थे वो हम हैं इस मुल्क में। वो मुल्क की मुखालिफत करके हम यहां खड़े थे, आज वो 35 करोड़ हम हैं, यानी आप हम हैं। ये उनको समझाने की जरूरत है। इसी तरीके से जमीयत उलमा के जो अलग अलग डिपार्टमेंट से रद्द खादियानियत और रद्द ईसाइयत है, जो नए नए फितने आते हैं वो फितनों में जमीयत उलमा काम करती है। मैं ये क्यों बता रहा हूं, ताकि आपको आने वाले काम के लिए, जो आने वाला टाइम है उसमें आप ये काम को चूज करके डिवाइड करके काम कर सकते हैं। ये जमीयत उलमा हिंद के डिपार्टमेंट से पूरे बने हुए। सोशल वर्क में जमीयत उलमा जहां कहीं वायलेंस होता है, फसाद होता है, गड़बड़ होती है, जैसे दिल्ली में आपने देखा, कई इलाकों में आपने देखा, गुजरात में आपने देखा, जमीयत उलमा की जानिब से, जमीयत उलमा हिंद की जानिब से जहां भी ये सिचुएशन आता है, जमीयत उलमा उन लोगों का रिहैबिलिटेशन वर्क करती है, उनका सपोर्ट करती है, उनके घर डैमेज हो जाते हैं उनको बना के देती है, और कोर्ट केस अगर उनका होता है तो उनकी जो है केसेस जमीयत उलमा खुद अपनी तरफ से फाइट करती है। और जहां कहीं भी कोई सैलाब आ जाए, बारिश वगैरह हो जाए, आफात समावी जिसे कहते हैं, वो अगर कहीं हो जाता है तो जमीयत उलमा वहां भी मदद करती है। जैसे आपके पास केरला में अल्लाह के फजल करम से आप लोगों ने बहुत बड़ा काम अंजाम दिया जमीयत उलमा हिंद की मदद से, और आप हजरात की मेहनतों से इतना बड़ा काम यहाँ पर हुआ है। तो ऐसे कई काम हैं। लॉकडाउन के पीरियड में, कोविड के सिचुएशन में, जहाँ पर फैमिली के लोग फैमिली मेंबर को टच करने के लिए डर रहे थे, ऐसा सिचुएशन था। बहुत से कंट्री में बाप जो है बेटे की मैयत पे जाने को तैयार नहीं था, बेटा बाप की मैयत पे जाने तैयार नहीं था। ऐसे सिचुएशन में भी फिर हमारे अकाबरीन उलमाए कराम, आप जैसे हजरात उठकर खड़े हुए। पूरे मुल्क में, पूरे भारत में जमीयत उलमा ने 125 करोड़ से ज्यादा का काम किया है अल्लाह के फजल करम से। यह आपकी जमात है। 125 करोड़ का काम पूरे कंट्री में जमीयत उलमा ने किया है। और ऐसे ही जो सिचुएशन आते हैं वो सिचुएशन में जमीयत उलमा साथ देती है। एजुकेशन फील्ड में स्कॉलरशिप देना और बच्चों को गाइड करना, जैसे अभी यूपी में मदरसों के ऊपर में मॉडर्न एजुकेशन के लिए एक बहुत बड़ी नोटिस सर्व हुई, तो जमीयत उलमा ने उसको, वो नोटिस को लेकर रोड पे नहीं निकला, नारे नहीं मारे, रैलीस नहीं निकाली, इमोशनल जो है डिसीशंस नहीं लिए, बाहर निकलकर जमीयत उलमा ने उसको उन मदारिस के जिम्मेदारों को लाकर ट्रेनिंग दी, और ट्रेनिंग देकर फिर उन बच्चों को ओपन यूनिवर्सिटी से जमीयत ओपन स्कूल कायम किया, और कई एक बच्चों को 10th जो है पास करवाया। यानी कॉन्क्रीट वर्क जिसे कहते हैं वो वर्क जमीयत उलमा करती है। सामने वालों के बहकाने से, यानी जो लोग अक्सर ऐसे होते हैं जो सामने आपको, आपके माइंड को डाइवर्ट करना चाहते हैं और आपकी जो पर्सनालिटी है उसको डैमेज करना चाहते हैं, आपका जो मूवमेंट है, जो आपकी थिंकिंग है उसको डिस्ट्रॉय करना चाहते हैं, तो जमीयत उलमा ये सब चीजों की परवाह नहीं करती, कॉन्क्रीट वर्क करती है। और ये कॉन्क्रीट वर्क करने की वजह से ही अल्हम्दुलिल्लाह 100 साल से जमीयत उलमा इस मुल्क में खड़ी है। ऐसे बहुत से ऑर्गेनाइजेशन आए चले गए, लेकिन जमीयत उलमा अभी भी
अल्हम्दुलिल्लाह आप हजरात के सामने खड़ी है। हमारे नए जो सदर बने हैं मौलाना इब्राहिम साहब, ये दिल्ली आते हैं, आप हजरात भी आते हैं, देखते हैं कि जमीयतुल उलमा के क्या क्या काम वहाँ हो रहे हैं। लीगल सेल जमीयतुल उलमा का कई लोगों को जो उनको टेररिस्ट एक्टिविटी में समझकर, अभी वो कंफर्म नहीं हुए हैं, उनको समझकर मीडिया के थ्रू जो केसेस पुटअप किया जाता है, उसका भी केस जमीयतुल उलमा हिंद लड़ रही है। कई एक नौजवानों को रिहाई अभी तक दिलाई है अल्हम्दुलिल्लाह से। तो ये बहुत से काम हैं। इसके साथ साथ नए काम यूथ क्लब अब जमीयतुल उलमा ने कायम किया है, जिसमें नौजवानों की ट्रेनिंग का प्रोग्राम है। नौजवानों की ट्रेनिंग का प्रोग्राम जमीयतुल उलमा की तरफ से क्यों किया गया? हमारे पास अक्सर क्या होता है कि जो बहुत एजिड लोग हैं उनके वास्ते प्रोग्राम हमारे पास है ना। मतलब जैसे एजिड लोग हो गए, रिटायर हो गए, फलां हो गए, या तो वो किसी मस्जिद से जुड़ जाएंगे या किसी मदरसे से जुड़ जाएंगे। अब जो बिल्कुल छोटे बच्चे हैं उनके लिए प्रोग्राम है, जैसे स्कूल वगैरह, कॉलेज। जो इस बीच के उम्र के बच्चे हैं जिनको टीनेजर्स कहा जाता है, उनके प्रोग्राम के लिए जमीयतुल उलमा ने ये यूथ क्लब कायम किया है, ताकि उनकी जो है सोच अच्छी हो, उनकी मेंटालिटी अच्छी हो, उनका फिटनेस अच्छा हो, उनकी जो विजन है, उनका जो विजन है वो अच्छा हो। वो ट्रेनिंग प्रोग्राम भी जमीयतुल उलमा जो है पूरे मुल्क में करा रही है। और इसके भारत स्काउट एंड गाइड के साथ में मिलकर जमीयत यूथ क्लब कायम किया है। अल्हम्दुलिल्लाह 17,000 से ज़ायद बच्चों को अभी तक ट्रेनिंग दिया गया है पूरे मुल्क में। वो बच्चे जो तैयार होंगे तो वो मिल्लत के लिए, कौम के लिए, मुल्क के लिए मददगार बनेंगे, वो मदद कर सके। इसी तरह से कई एक काम जमीयतुल उलमा करते आ रही है। मेरी आप हजरात से गुजारिश है, रिक्वेस्ट है कि आप लोग 24 घंटे में, 24 आवर्स में हाफ एन आवर ऑर्गेनाइजेशन के लिए दीजिए। 24 घंटे में आधा घंटा, हाफ एन आवर। सब छोड़कर काम नहीं करना है, लेकिन एक आधा घंटा रोज इसके बारे में सोचेंगे। जमीयत के बारे में सोचने का मतलब कौम और मिल्लत के बारे में सोचना है, कम्युनिटी के बारे में सोचना है। अल्हम्दुलिल्लाह जमीयत की तारीख है, 100 साल तारीख है, जमीयत के अकाबिरीन की तारीख है। उसको कोई और चार चांद लगाने की जरूरत नहीं है, कोई अप्रिशिएशन उसको मिलना नहीं है, अप्रिशिएशन अभी मिलना नहीं है, उसको कोई स्टार मिलना नहीं है। लेकिन जमीयत की जो फिक्र है, जो थिंकिंग है, वो कम्युनिटी के अपलिफ्टमेंट के लिए और कम्युनिटी के बेनिफिट के लिए है, जो जमीयतुल उलमा काम कर रही है। इस इलाके में एजुकेशन, आपके पास बहुत अच्छा एजुकेशन है। हमको तो पूरी कंट्री में ये बात अल्हम्दुलिल्लाह कहते हैं अक्सर लोग कि केरला वेल एजुकेटेड, ये कंफर्म है, 100% वेल एजुकेटेड है अल्हम्दुलिल्लाह। तो मेरी अपनी रिक्वेस्ट है, मेरी अपनी जो है ख्वाहिश है, जैसे एजुकेशन में आप लोग 101% कंफर्म है, सोशल वर्क में भी इंशाल्लाह हम नेक्स्ट 3 डेज में इस लेवल पर आ जाएंगे कि हाँ 100% पूरी कंट्री में केरला नंबर 1 पर सोशल वर्क में भी है। ऐसा हमको करने की जरूरत है। छोटे छोटे काम है, कोई बड़े काम नहीं है। मुसलमानों के छोटे छोटे काम होते हैं, बड़े काम नहीं होते। हम लोग समझते हैं कि बहुत बड़ा काम लेकर बैठेंगे, बहुत बड़ा सिस्टम लेकर बैठेंगे, ऐसी की जरूरत नहीं है। हमको कनेक्टिविटी पैदा करना है। वो एरिया, वो विलेज, वो स्ट्रीट चूज कीजिए जहां पर 2 घर मुसलमानों के और 20 और 30 घर अदर कम्युनिटी के हैं। वो 2 घर तक आपको पहुंचना है। उनको पहले, क्योंकि उनके पास पहले आप पहुंचकर काम करेंगे तो उनके अंदर उनको एक हौसला मिलेगा, उनको एक कॉन्फिडेंस, उनके अंदर कॉन्फिडेंस बिल्डअप होगा। छोटे छोटे काम है। एक कमेटी बनाइए हल्के की, एरिया की, स्ट्रीट की, विलेज की, छोटी छोटी कमेटी, 10-12 आदमी की कमेटी बनाइए। हफ्ते में 2 दफा, वीक में 2 टाइम्स आप
जितने घर मुसलमानों के हैं और गैर के, उनके घर को जाके नॉक करके खाली खैरियत पूछिए, आप कैसे हैं, आप लोग कैसे हैं। आपसे कनेक्टिविटी होगी उनकी, आपका उनका कनेक्शन होगा। अगर उनको कोई प्रॉब्लम होगी तो कल आपको याद करेंगे, तो हमारा काम हो जाएगा। इसी तरह से आजकल डिजिटल दौर है ना, डिजिटल दौर है। डिजिटल दौर भी बड़ा अजीब है हमारे पास में। पहले कोई आदमी का इंतकाल हो जाता था तो बाजू घर वाले उसको आके जो है ताज़ियत देते थे, कंडोलेंस करते थे उसका, 3 दिन तक उसको जो है साथ देते, उसके घर में खाना पकाने नहीं देते थे, आप सपोर्ट करते थे। लेकिन आज का पीरियड कैसा है कि जैसे ही खबर मिली व्हाट्सएप पे नीचे इन्ना लिल्लाहि व इन्ना इलैहि राजिऊन लिख के डाल दिए, फिनिश। अच्छा चलो वहां तक भी ठीक है, अब वो भी खत्म हो गया, सिर्फ RIP डाल रहे हैं, फिनिश। अब मैयत फलां जगह पर है और ये नमाज होने वाली है, नमाज जनाजा, तो वो नमाज जनाजे के लिए भी आप नीचे दुआ लिख देंगे, मगर लोग पहुंच नहीं रहे हैं। कंट्री का सिचुएशन ऐसा है, मैं बता रहा हूं आपको, ऐसा सिचुएशन हो गया है। कहीं किसी का मर्डर हो जाता है, कोई कम्युनिटी का हो, मुसलमान का हो या कोई हो, या किसी का कोई एक्सीडेंट हो जाता है, तो हमारी रिस्पॉन्सिबिलिटी हम वहां पहुंच कर देखे, उनसे मालूम करें क्यों हुआ है ऐसा। यही तो मतलब हमारी इंसानियत है, यही तो आप सल्लल्लाहु अलैहि वसल्लम की तालीमात हैं जो जमीयतुल उलमा बार बार बोलती है, मगर ऐसा नहीं होता। जैसे ही एक न्यूज आई आपने नीचे डाल दिया कि मैं इसका जो है कंडम करता हूं, ये गलत, छोड़ दिया। अब आजकल तो ऐसा ही हो रहा है ना, केरला में शायद ऐसा होता या नहीं होता नहीं मालूम, वल्लाह आलम, ऐसा ही हो रहा ना। अब हर आदमी मोबाइल के जरिए से ही काम कर रहा, प्रैक्टिकली काम करने के लिए तैयार नहीं है। खास तौर पे नौजवान, जो हमारा फ्यूचर है वो मोबाइल पे है, वो मोबाइल से कनेक्टेड है, मोबाइल से ही सब काम कर रहा है, प्रैक्टिकल नहीं कर रहा। आपको कहीं कुछ हो जाएगा तो हम कंडम कर रहे हैं, कहीं कुछ हो जाए फलां कर रहे हैं। अब ये मोबाइल बनाने वाले दुनियावी एतबार से वो तो कोई और होगा, हो सकता है, लेकिन जो मोबाइल बनाया है वो तो अल्लाह ही बनाया है ना, अल्लाह ही की तख्लीक है ना। अब चलिए ये सब काम करने के बाद अल्लाह के पास जाएंगे, है ना, हर एक को जाना है, मेरे को जाना है, सबको जाना है। वहां जाने के बाद अल्लाह ताला पूछेगा हमसे कि ये जो मोबाइल, मतलब मैंने तुमको काम दिया था, फलां किया था, आप ओहदेदार थे, आप जिम्मेदार थे, जमीयत के, जमात के, मदरसे के जिम्मेदार थे, आपने क्या किया? तो आप बोलेंगे अल्लाह मियां मैं तो वो व्हाट्सएप से भेज दिया था, इन्ना लिल्लाहि व इन्ना, भेज दिया था, कंडम भी किया था व्हाट्सएप से, फेसबुक पे पोस्ट भी किया था मैं, लाइक डिसलाइक भी किया था मैंने। अल्लाह में बोलेंगे वेरी गुड, बहुत अच्छा काम किया आपने। अब आप एक काम करिए, मैं जन्नत फेसबुक पे भेज रहा हूं, ले लीजिए। ले लेंगे, ले लेंगे। हूरों को व्हाट्सएप पे भेजता हूं, ले लीजिए। अल्लाह मियां बोलेंगे ले लीजिए। आप बोलेंगे नहीं नहीं अल्लाह मियां प्रैक्टिकल चाहिए, जन्नत भी प्रैक्टिकल चाहिए, हूर भी प्रैक्टिकल चाहिए। अगर वो प्रैक्टिकल चाहिए तो यहां आपको प्रैक्टिकल काम करना पड़ेगा, तभी वो प्रैक्टिकल मिलेगा। वो कौम बर्बाद हो चुकी है, जिस कौम के पास ये आले आ चुके हैं वो बिल्कुल कोई काम की नहीं रह गई। आज हमारे नौजवान इसी तरह से बर्बाद हो रहा है। इसको टारगेट करिए, प्लान बनाइए, प्रोग्राम बनाइए। हम लोग सेंटिमेंट्स में नहीं जाते हैं, हम लोग जो है प्रोक लैंग्वेज यूज नहीं करते हैं, हम लोग गाली नहीं देते हैं, हम लोग प्रैक्टिकल काम करते हैं। ये जमीयतुल उलमा है। और प्रैक्टिकल काम करने में ये मजा है कि आप नीचे से जब काम करेंगे, जैसे मैंने शुरू में कहा, हमारे अकाबरीन ने बगैर किसी वेपन के, बगैर किसी कत्ल गारतगिरी के, बगैर किसी किलिंग के, बगैर किसी के घर को डिस्ट्रॉय किए के
उन्होंने जंग जीता, यही वजह थी उनकी कि वो प्रैक्टिकल काम करते थे और ग्रास रूट से काम करते हुए ऊपर तक आए थे। भागने पर मजबूर होना पड़ा अंग्रेजों को, उनकी फिक्रों की वजह से, उनकी प्लान की वजह से। हमको भी ऐसे ही काम करने की ज़रूरत है। बहुत बहुत मुबारकबाद है यहाँ के जो अभी बॉडी बनी है, मैं उनको मुबारकबाद देता हूँ कि अल्लाह ताला जो है जिन जिन लोगों को यहाँ पर चुना गया है उनसे काम ले। आप हजरात की भी जिम्मेदारी है कि उनसे काम लें। मैं अक्सर कहता हूँ, अक्सर जगह पर यह कहता हूँ, मेरे इलाके में भी कहता हूँ कि जो है जो ओहदेदार चुने गए हैं उनको खुशी से ज़्यादा सोच ज़्यादा होना चाहिए। खुशी तो है बहरहाल वक्ती होती है कि भाई ऐलान हो गया नाम का, लेकिन ये भी समझ लीजिए कि एक मिंबर को अल्लाह के पास जाकर सिर्फ मिंबर का जवाब देना है। आप ओहदेदारों को मिंबर का, कौम का, केरला के पूरे मुसलमानों का भी जवाब देना है। ये भी रिस्पॉन्सिबिलिटी है, ये भी जिम्मेदारी है। तो बहरहाल मैं बहुत ममनूर और मशकूर हूँ। मैं शुक्रिया अदा करता हूँ हज़रत मौलाना महमूद असद मदनी साहब दामद बरकातहुम का, जिनकी हुक्म पर और हज़रत मौलाना हकीमुद्दीन साहब जन्नत सेक्रेटरी जमीयतुल उलमा की हिदायत पर मैं यहाँ तशरीफ़ लाया। वो हज़रात ने मुझे इस काबिल समझा, यहाँ भेजा है। और यहाँ के ज़िम्मेदारों का बहुत ममनून और मशकूर हूँ कि उन्होंने ये प्रोग्राम ऑर्गेनाइज़ किया और इन लोगों को जोड़ा अल्लाह के फ़ज़ल से, और काम के सिलसिले में एक तरतीब बनाई है। खुशी हुई देखकर, चंद सालों में जमीयतुल उलमा केरला ने इतना काम किया है, तो मेरी एक्सपेक्टिंग है कि इन फ्यूचर इंशाअल्लाहुल अज़ीज़ बहुत जल्दी जमीयतुल उलमा के बहुत से काम आप इस केरला के इलाके में फैलाएंगे। मैं ये तवक्को के साथ अपनी बात को ख़त्म करता हूँ और मैं दोबारा मुबारकबाद देता हूँ जो ओहदेदारान यहाँ पर अभी मुंतखब हुए, इलेक्ट हुए हैं, प्रेसिडेंट, वाइस प्रेसिडेंट्स, जनरल सेक्रेटरी, ट्रेजरर और सेक्रेटरी को मुबारकबाद देता हूँ कि अल्लाह ताला ने आप हज़रात को चुना है और यहाँ के लोगों ने आप पे भरोसा किया है। तो आप हज़रात उनके भरोसे को क़ायम रखते हुए काम को तेज़ी से आगे फैलाएं। एक विज़न बनाइए, जैसे हमारे क़ायद, आपके क़ायद हज़रत मौलाना महमूद असद मदनी साहब का एक विज़न है, एक काम है, एक सिस्टम है उनके पास में। वो विज़न को, सिस्टम को अपने सामने रखकर हम लोग काम करेंगे इंशाअल्लाहुल अज़ीज़, तो कामयाबी 101% मिलेगी। और ये काम सिर्फ ये काम ये समझकर कि ये काम किसी जमात का या किसी फ़र्द का या किसी की वजह से काम करना है, ये गलत है। ये काम मिल्लत का है, कौम का है और हमारे जो है नौनहाल और हमारे नौजवान बच्चों का है। मैं बहुत शुक्रिया अदा करता हूँ आप हज़रात के, आप हज़रात ने जो है यहाँ ये प्रोग्राम मुनक़िद किया और यहाँ इंतखाब अमल में आया। जज़ाकुमुल्लाहु खैर, अहसनल जज़ा। अस्सलाम वालेकुम। मुफ्ती हज़रत मौलाना मुफ्ती शमसुद्दीन साहब से दरख्वास्त है चंद कलिमा से नवाजें। अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। आ रही आवाज मेरी? जी जी। जी। अल्हम्दुलिल्लाहि वहदा वस्सलातु वस्सलामु अला मन ला नबिय्य बअदा, अम्मा बाद। फ़क़द क़ाल अल्लाहु तआला फ़ी कलामिहिल मजीद वल फ़ुरक़ानिल हमीद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम, बिस्मिल्लाहिर रहमानिर रहीम। व अम्मा मा यनफ़उन नास फ़यमकुसु फ़िल अर्द। सदक़ल्लाहुल अज़ीम व सदक़ रसूलुहुन नबियुल करीम व नहनु अला ज़ालिका मिनश शाहिदीन व शाकिरीन वल्हम्दुलिल्लाहि रब्बिल आलमीन। हमारी ये मजलिस 11 बजे से शुरू हुई है और मुझे ये बताया गया था कि 12 बजे ये मजलिस खत्म हो जाएगी, लेकिन अब तो 1:05 हो रहे हैं। मजीद कोई बात नहीं है कि आपके सामने अर्ज की जाए। माशाअल्लाह
बहुत ही अच्छे अंदाज में इंतखाब की कार्रवाई मुकम्मल हुई है। अब तक आपकी जो यूनिट थी जमीयत उलमा केरला की, बाज़ाब्ता यूनिट नहीं थी, एडॉक कमेटी बनाई गई थी। अब माशाल्लाह दस्तूरी एतबार से आपको एक सूबे की हैसियत और फिर उसमें मुकम्मल एक बॉडी आपकी बन चुकी है। अल्लाह रब्बुल इज़्ज़त कबूल फरमाए। जिन लोगों ने मेहनत की, इन लोगों को मजीद मेहनत करने का इंशाअल्लाह मौका मिलेगा। और जमीयत उलमा क्या है और उसके काम क्या हैं, उसके क्या प्रोग्राम हैं, उसका विजन और मिशन क्या है, उस पर हमारे मोहतरम दोस्त साबिर साहब ने बहुत तफसील से रोशनी डाली है। मुझे मजीद कुछ कहना नहीं है, मैं बस मुबारकबादी के कलिमात कहकर मैं अपनी बात को ख़त्म करता हूँ। जिन हजरात का इंतखाब अमल में आया है, अल्लाह रब्बुल इज़्ज़त अपनी जिम्मेदारी समझकर उनको अच्छे अंदाज में अदा करने की तौफीक अता फरमाए। बस एक बात उसके अंदर ये मुझे अर्ज करना है कि दीनी तालीमी बोर्ड भी हमारी ही जमीयत का एक हिस्सा है। माशाअल्लाह निसाब भी बनाया गया है, उसका सिलेबस भी बना हुआ है, उसकी तरतीब हमारे सामने है। माशाअल्लाह आप हजरात उस पर काम भी कर रहे हैं और मलयालम में उसका ट्रांसलेशन का काम भी चल रहा है। उसको भी अपना काम समझें, इसलिए कि आज के हमारे बच्चों को दीनदार बना के रखने के लिए इस तरह के निज़ाम की सख्त ज़रूरत है। उस पर भी हम काम कर रहे हैं। माशाअल्लाह जमीयत उलमा पूरे मुल्क में, जब से ये मुल्क जमहूरी मुल्क करार दे दिया गया, डिक्लेयर कर दिया गया कि जमहूरी मुल्क है, तब से बच्चों की के ईमान की, उनके अमाल की हिफाजत की फिक्र में लगी हुई है। अल्लाह रब्बुल इज़्ज़त हमें उस पर भी तवज्जो देने की तौफीक अता फरमाए। इसी तरह जो हमारे नौजवान हैं, उन नौजवानों की जिस्मानी और ज़हनी तरबियत के सिलसिले में जमीयत यूथ क्लब है, उस पर भी आपको गौर करने की ज़रूरत है। काम तो बहुत ज़्यादा है, शर्त यह कि करने वाले चाहिए। अगर आप काम करने लगेंगे तो इंशाअल्लाह इंसानियत को भी नफ़ा होगा और आपकी ज़ात को भी नफ़ा होगा। अल्लाह रब्बुल इज़्ज़त हम तमाम को अमल करने की तौफीक अता फरमाए। अल्हम्दुलिल्लाह रब्बिल आलमीन, अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मदिन व अला आलि सय्यिदिना मौलाना मुहम्मद। अल्लाहुम्मा ग़फ़िर लना ज़ुनूबना ख़तायाना कुल्लहा, अल्लाहुम्मा अनक़िशना वजबरना वहदिना लिस्सालिहिल अअमाल वल अख़लाक़, इन्नहु ला यहदी लिस्सालिहिहा व ला यसलु सय्यिहा इल्ला अंत तवफ़्फ़ना मुस्लिमीन अल्हिक़ना बिस्सालिहीन। अल्लाहुम्मा इन्ना नस्अलुका फ़िल ख़ैराति व तर्कल मुनकराति व हुब्बल मसाकीन। इज़ा अरदत बिइबादिका फ़ितरतन फ़क़ुना इलैका ग़ैर मुफ़्तिरीन। रब्बना ज़लमना अनफुसना व इल्लम तग़फ़िर लना व तरहमना लनकूनन्ना मिनल ख़ासिरीन। रब्बना ज़लमना ज़ुल्मन कबीरन कसीरन ला यग़फ़िरु ज़ुनूबा इल्ला अंत फ़ग़फ़िर लना मग़फ़िरतन मिन इंदिका वरहमना इन्नका अंतल गफ़ूरुर रहीम। अल्लाहुम्मा हब लना मिन अज़वाजिना व ज़ुर्रिय्यातिना क़ुर्रता अयुनिन वजअलना लिल्मुत्तक़ीना इमामा। अल्लाहुम्मा ग़फ़िर लना व लिइख़वानिना الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.